Hi dears. Good evening. Good evening. എല്ലാവരും ജോയിൻ ആയോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എല്ലാവർക്കും നമ്മുടെ ഡേ 3 അല്ലേ, ഷൈൻ വിത്ത് പേർപ്പസ് എന്ന നമ്മളുടെ ടോപ്പിക്കിലെ 14 ദിവസത്തെ സെഷനിൽ മൂന്നാമത്തെ ദിവസത്തെ ടോപ്പിക്കാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ തമ്പനയിൽ കണ്ടപ്പോൾ എല്ലാവരും വിചാരിക്കും അല്ലേ, ആരാണ് ഈ ഒരാൾ മാത്രമേ ഉള്ളൂ എനിക്ക് എപ്പോഴും സപ്പോർട്ടായിട്ട്, നിങ്ങളെ എന്നെ ചേർത്ത് പിടിക്കാനായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരാൾ ആരാണെന്ന് നമുക്കൊന്ന് കണ്ടെത്താം. ഓക്കെ, എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യട്ടെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് മൂന്നാമത്തെ ദിവസം. അപ്പൊ ഞാൻ 2 ദിവസം നിങ്ങൾക്ക് തന്നിട്ടുള്ള ടോപ്പിക്കിൽ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോ, നിങ്ങൾ അതിനൊരു ആക്ഷനൊക്കെ എടുത്തോ, ഇതൊന്നും അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. ഒന്ന് ചാറ്റിൽ വേഗം ഇടാമോ? ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോ, അതിന് എന്ത് ആക്ഷനാണ് നിങ്ങൾ എടുത്തത് എന്നൊന്ന് എനിക്ക് അറിയണം. ചാറ്റിലൊന്ന് ഇടാമോ? ഓക്കെ, ഞാൻ പറഞ്ഞ ടാസ്കുകളൊക്കെ ചെയ്യുന്നുണ്ടോ? ഒത്തിരി പേര് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വന്നിട്ട് മെസ്സേജുകൾ ഇടുന്നുണ്ട്, അവരെന്തൊക്കെ ആക്ഷൻ എടുത്തു. നല്ല രീതിയിൽ ഒരുപാട് എസ്സേ പോലെയൊക്കെ ഒത്തിരി പേര് എഴുതിയിട്ടുണ്ട്, പല ഗ്രൂപ്പിലായിട്ട് വായിച്ചു നോക്കി. ഒരുപാട് സന്തോഷം. നമ്മൾ എപ്പോഴാണോ ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്നത് അതിൽ നിന്നും നിങ്ങളുടെ മാറ്റം വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊരു വെറുതെ ഒരു വൈകുന്നേരം നമ്മളൊരു കൂടുന്നൊരു മീറ്റിംഗ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. ഇപ്പൊ കിട്ടുന്ന ഒരു ആവേശത്തിൽ കുറച്ച് സമയത്തേക്ക്, 1 മണിക്കൂർ 2 മണിക്കൂറത്തേക്ക് മാത്രമായിട്ടും അത് ഒതുക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഒരുപാട് വാല്യൂസ് തരുന്ന സെഷൻസ് ആണ് ഇനി വരാനും പോകുന്നത്. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നോ വൺ ഈസ് കമ്മിങ് ടു സേവ് യു. നിങ്ങളെ സേവ് ചെയ്യാൻ, സംരക്ഷിക്കാനായിട്ട് ആരും തന്നെ ഈ ഭൂമിയിൽ നിന്നും വരുന്ന മറ്റാൾക്കാർ ആരും വരില്ല, സേവ് ചെയ്യാനായിട്ട് വരില്ല. കാരണം എല്ലാവരും പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഏറെ പ്രതീക്ഷയുള്ള കാര്യങ്ങൾ എന്താണ്? ആരോ ഒരാൾ എൻ്റെ ലൈഫിൽ, നമുക്ക് ചുറ്റിനും നിൽക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും. അവർ ഓരോരുത്തരും എന്നെ സപ്പോർട്ട് ചെയ്യും, എന്നെ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരെന്നോട് സംസാരിക്കും, ഞാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ എനിക്ക് മേടിച്ചു തരും, ഞാൻ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഭാഷ, നമ്മളോട് കാണിക്കുന്ന സംസാരം ഒക്കെ ഉണ്ടല്ലോ, വാക്കുകൾ, ഇതൊക്കെ ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ എനിക്ക് കിട്ടും എന്ന് നമ്മളിൽ പലരും വിശ്വസിക്കുകയും അത് നോക്കി കാത്തിരിക്കുകയും ചെയ്യും. പലപ്പോഴും നമുക്ക് ഫലം എന്തായിരിക്കും? ഇതൊന്നും ആയിരിക്കത്തില്ല, അല്ലെ? നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ നമ്മളോട്, നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തി നമ്മളോട് പ്രതികരിക്കുന്ന രീതി. അത് ചിലപ്പോൾ വീട്ടിലുള്ള ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാകാം, വീട്ടിനുള്ളിൽ തന്നെ അച്ഛനാകാം, അമ്മയാകാം, മക്കളാകാം, ബന്ധുക്കളാകാം, അല്ലെ? ഞാൻ പറയുന്നത് ശരിയാണോ? അപ്പൊ നമ്മൾ പലപ്പോഴും അങ്ങോട്ട് പ്രതീക്ഷ ഒരുപാട് നമ്മൾ കൊടുക്കാറുണ്ട്, അല്ലെ? മറ്റുള്ള ആൾക്കാർ എന്നോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത്. അത് ഏത് നമ്മുടെ ജീവിതത്തിലെ ഏത് മേഖല എടുത്താൽ തന്നെ നമുക്ക് ആ ഡിഫറൻസ് അറിയാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ കരിയർ വൈസ് ആണ്, നിങ്ങൾ ഒരു സംരംഭം തുടങ്ങാൻ പോകുന്നു, ഇത് പറയുമ്പോൾ തന്നെ പല ആൾക്കാരും നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ പല ആൾക്കാരും നമ്മളെ ചേർത്ത് പിടിക്കും. പക്ഷെ പലപ്പോഴും ചിലപ്പോൾ അവർ തരുന്ന ഒരു ഔട്ട്പുട്ട്, നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നമ്മളെ ചിലപ്പോൾ വേദനിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ തന്നെ വിചാരിക്കും ഇതൊക്കെ എൻ്റെ വിധിയാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇവരെന്തുകൊണ്ടാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്, എൻ്റെ ജീവിതം ഇങ്ങനെ ആയി പോയില്ലേ? ഇതിനൊരു മാറ്റം നമുക്ക് കൊണ്ടുവരണം. കാരണം ഇങ്ങനെ നിങ്ങളോട് ഞാൻ പറയുകയാണ്, നോ വൺ ഈസ് കമ്മിങ് ടു സേവ് യു എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കുകയല്ല വേണ്ടത്. ദിസ് ഈസ് എ ഗുഡ് ന്യൂസ്. ഇത് നല്ലൊരു വാർത്തയാണ്. കാരണം നമ്മളെ സേവ് ചെയ്യാനായിട്ട് വേറെ ആരുടെയും ആവശ്യം നമുക്കില്ല, അല്ലെങ്കിൽ വേണ്ട. നിങ്ങളെ സേവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രശ്നത്തിൽപ്പെട്ട അങ്ങനെയല്ല, ആ സേവ് ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് എന്താണോ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടത്, അത് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റിനും ജീവിക്കുന്ന എല്ലാ ആൾക്കാരെയും ചേർത്ത് പിടിച്ച് അവരുടെ എല്ലാം എസ് കിട്ടിയിട്ട് അങ്ങനെ അതിന് ശേഷം നമ്മളത് ചെയ്യാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾ ചിലപ്പോൾ വർഷങ്ങൾ എടുത്തെന്ന് വരും. എല്ലാവരെയും സമ്മതിപ്പിച്ച്, എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ച് ആ ഒരു കാര്യം നേടിയെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം എടുത്തെന്ന് വരും. അപ്പോൾ അന്ന് കാരണം എന്താണ്? നമുക്ക് വേണ്ടത് എന്താണ്? യു ഓൾറെഡി ഹാവ് വാട്ട് ഇറ്റ് ടേക്സ്. കാരണം ഇതിനകത്ത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ആർ വില്ലിങ് ടു ഓൺ യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ച് അതിന് റെഡിയാവുന്നു, അന്ന് മുതൽ നമ്മളെ സേവ് ചെയ്യാൻ മറ്റൊരാളുടെ ആവശ്യമില്ല. അതായത് എന്നെ സംരക്ഷിക്കുക എന്നുള്ളതും എൻ്റെ ആവശ്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതും എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇവിടെ ഞാൻ ഇന്ന് ഉടനീളം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്ക് റെസ്പോൺസിബിലിറ്റി. എന്തിൻ്റെയാണ്? ചുമതല. നമ്മൾക്ക് ലൈഫിൽ മറ്റ് പല ചുമതലകൾ ഉണ്ടായിരിക്കാം. അമ്മയുടെ റോള്, ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കാം. മകളെന്ന റോള്, അമ്മായി അമ്മ എന്ന റോള്, അല്ലെ, നമുക്ക് പല ഭാര്യ എന്നുള്ള റോള്, പല റോളുകൾ നമുക്ക് ഭൂമിയിൽ ഉണ്ടായിരിക്കാം. പക്ഷെ ഈ റോളുകൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് അറിയാം. പക്ഷെ സ്വന്തം ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് നിങ്ങൾ ഏറ്റെടുക്കുന്നു, അന്ന് മുതൽ നിങ്ങളുടെ ലൈഫ് മാറി തുടങ്ങും. എക്സാമ്പിൾ വെച്ച് തന്നെ ഞാൻ ഇത് പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ പറഞ്ഞ് മനസ്സിലായോ?
നിങ്ങളുടെ ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി മറ്റൊരു വ്യക്തിയുടെ തലയിൽ ഇയാള് കാരണമാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ, അല്ലെങ്കിൽ ഇവര് കാരണമാണ്, അതുകൊണ്ടാണ് എനിക്ക് തുടങ്ങാൻ സാധിക്കാത്തത്, എനിക്ക് മുന്നോട്ട് പോകാൻ സ്റ്റക്കായി നിൽക്കുന്നതിന്റെ റീസൺ ഇത് ഈ ഒരു കാര്യം ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ്. ഇങ്ങനെ നമ്മൾ പലപ്പോഴും മറ്റു പല കാര്യങ്ങളിൽ പഴിചാരുന്നതോടുകൂടി നമുക്ക് പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം എക്സാമ്പിൾ പറയാം, തന്റെ ഡ്രീംസിനെ, സ്വപ്നങ്ങളെ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും പല അമ്മമാരായിട്ടുള്ള സമയം ഒരുപാട് പേര് ബ്ലെയിം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കോളേജിലുള്ള കുട്ടികൾ പറയുവാണ്, എന്നെ ഒരുപാട് യാത്രകൾ ചെയ്യാനോ എക്സ്പ്ലോർ ചെയ്യാനോ ഒന്നും എൻ്റെ പാരൻസ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അലോ ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഒരു മിഡിൽ ഏജ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒത്തിരി ആൾക്കാരോട് ഞാൻ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് പറയും, ഒരുപാട് കാലം ഞാൻ എൻ്റെ വീട്ടുകാർക്ക് മക്കൾക്കും ഒക്കെ വേണ്ടിയിട്ട് ജീവിച്ചു, പക്ഷെ ഒരിക്കലും എന്താണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നുവരെ ജീവിച്ചിട്ടുമില്ല, മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എനിക്ക് എല്ലാം ചെയ്തു കൊടുത്തു. ഇവരൊക്കെ കാരണമാണ് എൻ്റെ ലൈഫ്, എൻ്റെ കരിയർ എല്ലാം എനിക്ക് കളയേണ്ടി വന്നത്. ഇത് നമ്മളെ എന്ത് ചെയ്യും, വളരെയധികം വിഷമത്തിലാക്കും. അല്ലെ, ഞാൻ പറഞ്ഞത് ശരിയാണോ? അപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് ജീവിതത്തിൽ മറ്റ് പല കാര്യങ്ങൾക്കും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു, പക്ഷെ സ്വന്തം കാര്യത്തിൽ വരുമ്പോൾ അത് സ്റ്റക്കായി പോകുന്നു. ഞാൻ പറഞ്ഞത് ശരിയാണോ? ഞാൻ പറഞ്ഞത് ശരിയാണോ? കറക്റ്റ് ആണോ? ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റ് ആണോ? ഒന്ന് പറയാമോ? കറക്റ്റ് ആണോ? ഓക്കെ, ശരി. ഞാനത് സ്ക്രീനിൽ കാണുന്നുണ്ടോ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. എല്ലാം ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലെ? നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടല്ലോ അല്ലെ? ഓക്കെ, ശരി. ഇനിയും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന ഒരു കാര്യം ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങൾക്കിപ്പോ ഈ ഒരു സമയത്ത് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്ന് ഈ കാര്യം പറഞ്ഞു തരുമ്പോൾ ഈ നിമിഷം മുതൽ ചിന്തിക്കാം, ഇനിയും മറ്റൊരു വ്യക്തിയുടെ പെർമിഷൻ, ഒരാളുടെ സപ്പോർട്ട്, വേറെ എവിടെയെങ്കിലും തരുന്ന ആൾക്കാരുടെ മോട്ടിവേഷൻ, ഇത് കേൾക്കാനായിട്ട് നിങ്ങൾ നിൽക്കുവാണെങ്കിൽ വീണ്ടും നിങ്ങൾ സ്റ്റക്കായി പോവും. മനസ്സിലായോ? വീണ്ടും നിങ്ങൾ എന്ത് പറ്റും? സ്റ്റക്കായി പോവും. ഓണം കളക്ഷൻ ലോഞ്ച് ചെയ്യണം, നിങ്ങളെ ഒരു ആഗ്രഹമാണ്, ഒരുപാട് ഒരു മെസ്സേജ് അയച്ചു, പക്ഷെ കാരണങ്ങൾ ഇന്നതൊക്കെയാണ്. ഒരു വീഡിയോ ഇട്ടാൽ മതി, ഒരു പോസ്റ്റ് ഇട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യൂ, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യൂ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അതിന് മറ്റ് പല റീസൺസ്, നമ്മൾ പലപ്പോഴും വീട്ടിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനൊരു മുഹൂർത്തം ഒന്നുമില്ല കേട്ടോ. നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു പ്രത്യേകിച്ച് മുഹൂർത്തം ഒന്നുമില്ല. അതായത് എന്താണ്, ഒരു നല്ല സമയം അങ്ങനെയൊന്നുമില്ല, അത് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എപ്പോഴാണോ ഏതൊരു കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങുന്നത് അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ടൈം. നല്ല സമയം എന്ന് പറയുന്നത് അത് തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനോട് യെസ് പറയാൻ തയ്യാറാവണം. ഞാൻ 2 ദിവസം മുമ്പുള്ള ക്ലാസ്സിൽ ഞാൻ എന്ത് പറഞ്ഞു? നോ എവിടെയൊക്കെ പറയണം അവിടെ നോ പറയണം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനോട് എസ് പറയാനായിട്ട് പഠിക്കണം. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സ്വന്തം ഫ്ലോസ്, അതായത് നിങ്ങൾക്ക് തന്നെ അറിയാം, എൻ്റെ ക്യാരക്ടറിൽ ഇന്ന കാര്യങ്ങളുണ്ട്, അത് എനിക്കറിയാം, എൻ്റെ ഒരു പ്രശ്നമാണ്. അതുപോലെ നിങ്ങൾക്കുണ്ടാകുന്ന വേദന, നിങ്ങളുടെ കഴിഞ്ഞ കാലം, ആ കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. മനസ്സിലായോ? പല ആൾക്കാർക്കും സാധിക്കാത്തൊരു കാര്യമാണ് കഴിഞ്ഞ കാലം, അവിടെ ഉണ്ടായിട്ടുള്ള പെയിൻസ്. ഇത് വന്നു കഴിഞ്ഞു, നമ്മുടെ ലൈഫിൽ ഉണ്ടായിക്കഴിഞ്ഞു. ആ പെയിനിൽ തന്നെ നമ്മൾ പിടിച്ചു നിൽക്കുവാണ്, അതിൽ തൂങ്ങി നിൽക്കുവാണെങ്കിൽ അത് ക്യാരി ചെയ്യും. നിങ്ങളുടെ ജീവിതം ഉടനീളം മരിക്കുന്നവരെ അത് ക്യാരി ചെയ്യും. പക്ഷെ ആ സ്റ്റക്കിൽ തൂങ്ങി നിൽക്കുന്നതിന് പകരം ഫ്ലോസ്, നിങ്ങളുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ചില, പക്ഷെ ക്യാരക്ടർ വൈസ് നമുക്കുണ്ടാകുന്ന പല, നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പൊ നമ്മുടെ ക്യാരക്ടറിൽ നമ്മൾ പലപ്പോഴും, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ദുഃഖങ്ങളും ഇതൊക്കെ എല്ലാവരുടെ അടുത്തും പോയി പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, അത് ചിലപ്പോൾ പറഞ്ഞു കൊടുത്തതിന് ശേഷമായിരിക്കും വിചാരിക്കുന്നത്, അയ്യോ വേണ്ടായിരുന്നു, അത് പറയണ്ടായിരുന്നു. ഈ ക്യാരക്ടർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതേപോലെ മറ്റ് പല കാര്യങ്ങൾ, നമ്മൾ എവിടെ സംസാരിക്കണം, എന്ത് സംസാരിക്കണം, ഏത് വ്യക്തിയോട് എങ്ങനെ സംസാരിക്കണം, ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒത്തിരി നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത നിങ്ങളുടെ സ്വഭാവത്തിലെ ഫ്ലോസ്, ഇത് നമുക്ക് 1-2 ദിവസം നമ്മൾ അതിനൊന്ന് ഐഡന്റിഫൈ ചെയ്ത്, ഞാൻ അങ്ങനെ പറയണ്ട, ആരോട് എന്ത് പറയണം, എങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം, ഇത് നിങ്ങൾക്ക് കുട്ടികളോട് ഒത്തിരി ദേഷ്യപ്പെടുന്നു, അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ ആങ്കർ വരുന്ന സമയത്ത് അതെങ്ങനെ നമുക്ക് കൺട്രോൾ, ഇത് നമുക്ക് ചെയ്യാൻ പറ്റും, ക്യാരക്ടർ വരുത്താം. പക്ഷെ നമ്മുടെ കഴിഞ്ഞു പോയ കാലത്തിലുണ്ടായ വിഷമങ്ങൾ, അത് നമുക്ക് എന്ത് ചെയ്യണം, അത് വന്നു പോയി, അത് സംഭവിച്ചു പോയി, അതിന് നമുക്ക് ഒരിക്കലും അതേ സിറ്റുവേഷൻ കൊണ്ടുവന്ന് അതിനെ മാറ്റാൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ആ പാസ്റ്റിൽ നിന്ന് നമുക്ക് മാറി പ്രസന്റിലും നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടും വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോ അത് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിനോട് എസ് പറഞ്ഞു കഴിയുമ്പോൾ ചോദിക്കുക, വാട്ട് ക്യാൻ ഐ ഡു നൗ ടു ഷിഫ്റ്റ് ദിസ്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സ്റ്റക്കായി നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുമില്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ, എന്നെ സ്നേഹിക്കാൻ, എനിക്ക് തുണയായിട്ട് ആരുമില്ല എന്ന് തോന്നുമ്പോൾ ആ നിമിഷം ചോദിക്കാം,
ഈ ഒരു സിറ്റുവേഷൻ മറികടക്കാനായിട്ട് ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്? മനസ്സിലാവും, ഇപ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ കാരണം റെസ്പോൺസിബിലിറ്റി ഈസ് എ പ്രൈസ് ഓഫ് ഫ്രീഡം. സ്വാതന്ത്ര്യത്തിന്റെ, നമ്മൾക്ക് സ്വയം സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ വില എന്നതെന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കിട്ടുന്ന, നമ്മൾ ഏറ്റെടുക്കുന്ന റെസ്പോൺസിബിലിറ്റിയാണ്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏത് കാര്യത്തിനും, എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യത്തിനും, നല്ലതാവട്ടെ ചീത്തയാവട്ടെ, ഇതിന്റെ 100% റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. മറ്റാൾക്കാരായിരിക്കും നമ്മുടെ ലൈഫിൽ വന്നിട്ടുള്ള പല വ്യക്തികൾ കാരണം നമ്മുടെ ജീവിതം മാറിയെങ്കിലും നിങ്ങൾ മനസ്സുകൊണ്ട് ഇതിന്റെ 100% റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്തു, ഞാൻ ഓക്കെ ആണ്. പക്ഷെ എൻ്റെ ലൈഫ് ഒരിക്കലും ഈ രീതിയിൽ ഞാൻ പോകാൻ അനുവദിക്കില്ല. കാരണം എനിക്ക് ഈ ലൈഫ്, ഈ ഭൂമിയിലേക്ക് എന്നെ ഇവിടെ പടച്ചവൻ, ഈശ്വരൻ ആരാവണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, അദ്ദേഹം നമ്മളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രഷ്യസ് ഗിഫ്റ്റ് ആണ്. നമ്മൾ അട്ടയോ പുഴുവോ അല്ല ആ കൊതുകോ ഒന്നും ആകാതെ ഒരു മനുഷ്യ ജന്മം നമ്മൾ തന്ന് ഈ ഭൂമി നമ്മളെ വിട്ടിട്ടുണ്ടെങ്കിൽ ദർ ഈസ് സംതിങ് അതിന്റെ പിന്നിലുണ്ട്. കാരണം എന്താണ്? നിങ്ങളുടെ ലൈഫിനൊരു പർപ്പസ് ഉണ്ട്. നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് അത് ഇവിടെ വന്ന് ചെയ്ത് തീർത്തിട്ട് പോകാനാണ് തന്നത്. അതിനിടയിലാണ് നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള സ്റ്റക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. ഈ എന്തോ സംഭവിക്കട്ടെ, ഈ ലൈഫിൽ എന്താണോ ഇതുവരെ നടന്നത്, ഇതിനെ നമ്മളൊന്ന് മാറ്റി തിരുത്തുക. മനസ്സിലായോ ഞാൻ പറയുന്നത്? ഇപ്പോ എക്സാമ്പിൾ പറയാം. ഞാനൊരു കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. എന്താണ് ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ് ഫസ്റ്റ്? ഞാൻ പലപ്പോഴായിട്ടും ഞാൻ നിങ്ങളോട് പറയാനുള്ള കാര്യമാണ്, നമ്മുടെ എന്താണ്, നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ലൈഫിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അത് നമ്മളുടെ സമയമായിരിക്കാം, നമ്മുടെ കരിയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ? പണമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എല്ലാം വേണം നമ്മുടെ ജീവിതത്തിൽ, എല്ലാം വേണം. സ്നേഹത്തിന്, സ്വയം സ്നേഹിക്കാനായിട്ടൊക്കെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ, ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ എടുത്തിട്ടുണ്ടോ? എക്സാമ്പിൾ പറയാം. ഇപ്പൊ പലപ്പോഴും പല സ്ത്രീകളും എന്താണ് ചെയ്യുന്നത്, നമ്മൾ തുണിയെടുക്കും, ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഗാഡ്ജറ്റ്സ് വാങ്ങിക്കും പുതിയൊരു. പക്ഷെ നിങ്ങൾക്കൊരു സ്കിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പഠിക്കുന്ന ഒരു പുതിയൊരു കാര്യം വരുമ്പോൾ അത് വേണ്ട, അത് പിന്നീട്. പക്ഷെ ആ ഒരു കാര്യമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ പോകുന്നത്, അല്ലെ? ഒരു 1000 രൂപ, 2000, 3000, 5000 രൂപ കൊടുത്തിട്ട് ഇപ്പൊ നിങ്ങൾ തന്നെ പലപ്പോഴും ബിസിനസ് തുടങ്ങാനായിട്ട് ആഗ്രഹമുണ്ട്. പലരും ഗ്രൂപ്പിൽ വന്നു, അതെ, നമ്മുടെ കോഴ്സിൽ വന്ന് 1-2 മാസം കഴിഞ്ഞിട്ടും ഇപ്പോഴും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരു എന്ത് ചെയ്യല, വെറുതെ മറ്റു കാര്യങ്ങൾ ഉള്ളത്, തിരക്കുള്ളത് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് മാറ്റിവെക്കും. ആ സമയം കൊണ്ട് എത്ര പേരാണ് നിങ്ങൾ തന്നെ കൺമുന്നിൽ കാണുന്നുണ്ട്, അല്ലെ? ഓർഡറുകൾ കിട്ടിയും റീച്ച് കിട്ടിയും എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ എല്ലാം കഴിഞ്ഞ്, കോഴ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും പിന്നീട് ആലോചിക്കുന്നു ഒന്നും ചെയ്തില്ലല്ലോ. അപ്പൊ നമ്മൾ നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഞാൻ എൻ്റെ ഗ്രോത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് ഞാൻ എവിടെയൊക്കെയാണ് മറ്റു പല കാര്യങ്ങൾക്ക് എൻ്റെ ടൈമും മണിയും വാല്യൂവും എല്ലാം സ്പെൻഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എവിടെയാണോ സ്റ്റക്കായി നിൽക്കുന്നത് അത് എന്തുകൊണ്ട് എന്ന് അറിയുകയും, നിങ്ങളിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ നടത്താറില്ല. ഞാനിപ്പോ പണമല്ല പറയുന്നത്, ഏത് കാര്യമായാലും. കാരണം നിങ്ങളുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ഗ്രോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റക്കാണ്. നിങ്ങൾ ഒന്നും ചെയ്യാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഇന്നലെയും മെനിഞ്ഞാന്നുമായിട്ട് നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ ലൈഫിൽ സ്വന്തം, വേറെ ആരെയും കാര്യമല്ല, നിങ്ങൾ ഈ ഭൂമിയിൽ വന്ന് ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കുക. ഈ ഒറ്റയ്ക്കായ നിങ്ങൾ ഈ കഴിഞ്ഞ 2 ദിവസം എന്തൊക്കെ ഇവിടെ ചെയ്തു നിങ്ങൾക്ക് വേണ്ടിയിട്ട്? മനസ്സിലായോ? നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ ബ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ടാവട്ടെ, നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളെ സെൽഫായിട്ട് ബന്ധപ്പെട്ട കാര്യമായിട്ട്, എന്താണ് എനിക്ക് വേണ്ടി ചെയ്തതെന്ന് നിങ്ങൾ എഴുതുക. ഇന്ന് തന്നെ എഴുതുക. ക്ലാസ് കഴിഞ്ഞ ഉടനെ ആലോചിച്ച് നോക്കുക, ഞാൻ എന്തൊക്കെ എനിക്ക് വേണ്ടി. അത് നിങ്ങൾ ചിലപ്പോൾ ഓർഡർ എടുത്തതായിരിക്കാം, പല കാര്യങ്ങൾ വരാം, പക്ഷെ ഒന്നും ചെയ്യാതിരുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. അപ്പൊ ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എന്താണ് എനിക്കടുത്ത്? ഇപ്പൊ നിങ്ങൾ പലരും കോഴ്സ് ചെയ്യുന്നവരാണല്ലേ? അപ്പൊ ഗ്രൂപ്പിലുള്ള നിങ്ങൾ പലരും ആക്റ്റീവായിട്ട് പലരും വീഡിയോ ഇട്ടു, ലോഗോ ഡിസൈൻ ചെയ്തു, അല്ലെ? നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഇതിനകത്ത് വേണ്ടി ചെയ്തു, ബ്രാൻഡിന് വേണ്ടിയിട്ടുള്ളത്. ഇപ്പൊ ഓണം കളക്ഷൻ ചെയ്യുന്നുണ്ട്, ലെവൽ 2, ലെവൽ 3 ഉള്ളവരൊക്കെ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷെ ഇതൊന്നും ചെയ്യാതെ, ആക്ഷൻ എടുക്കാതെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഇതാരും വന്ന് പറഞ്ഞു തരത്തില്ല. നിങ്ങൾക്ക് ഇതാണ് പ്രോബ്ലം എന്ന്, എന്താണ് എൻ്റെ മനസ്സിനുള്ളിലെന്ന് എനിക്ക് മാത്രമേ അറിയാവൂ. അവിടെ പുറത്തു നിന്ന് നമുക്കൊരു ആള് വന്ന് നിങ്ങളെ സഹായിക്കാനെന്നോ വീട്ടിലുള്ള ആൾക്കാർക്കോ അവർക്ക് ആർക്കും അറിയില്ല. അവരുടെ ഒപ്പീനിയനിലായിരിക്കും, അവരുടെ
കണ്ണിലൂടെയുള്ള കാര്യങ്ങൾ, അവർ കാണുന്ന കാഴ്ച മാത്രമായിരിക്കും പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ആകെ മെന്റലി ഡ്രെയിൻഡ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ കിടക്കുമായിരിക്കും. അപ്പോഴും വീട്ടിലുള്ളവർ വന്നിട്ട് പറയും, നീ ഇങ്ങനെ ചുമ്മാ കിടക്കാതെ എന്തെങ്കിലും പൊരുന്ന് ചെയ്യും. പക്ഷെ നമുക്ക് ചെയ്യാനുള്ള മനസ്സ് വരുന്നില്ല. നമ്മൾ സ്റ്റക്കാണെന്നുള്ളത് പുറത്തു നിൽക്കുന്ന ആൾക്കാർക്ക്. അപ്പൊ അതുകൊണ്ടാണ് നോ വൺ ഈസ് കമ്മിങ് ടു സേവ് യു. അപ്പൊ ആ സേവ് ചെയ്യണം, എന്നെ സംരക്ഷിക്കണം, എന്റെ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആര് തന്നെ വരണം? ഞാൻ തന്നെ വന്നാലേ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ തന്നെയാണ്. യു ആർ യുവർ ബിഗ്ഗസ്റ്റ് അസറ്റ്. മനസ്സിലായോ? നിങ്ങൾ ഗ്രോ ചെയ്തില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ സ്റ്റക്കാണ്. അപ്പൊ ആലോചിച്ച് നോക്കുക, ഞാൻ ഇപ്പോൾ സ്റ്റക്കായി നിൽക്കുകയാണോ, ഞാൻ ആക്ഷൻ എടുത്തു തുടങ്ങിയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക. ഒരു ബുക്ക് എടുക്കുക. അത് പലപ്പോഴും നമ്മൾ ഞാൻ പറഞ്ഞ ഇപ്പൊ ക്ലാസ് കഴിഞ്ഞുടനെ ഒന്ന് എഴുതി നോക്കുക, ഞാൻ എനിക്ക് വേണ്ടി എന്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അതുപോലത്തെ, കാരണം നമുക്ക് വേണ്ട ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് ഇൻ യുവർ സെൽഫ്. ഞാൻ എന്നിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്താലേ ഞാൻ വളരുകയുള്ളൂ, എനിക്കൊപ്പം നിൽക്കുന്നവരും വളരുകയുള്ളൂ. മനസ്സിലായോ? അല്ലെങ്കിൽ എന്താണ്, കുറച്ച് വർഷമൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ല ഏജ്ഡ് ഒക്കെ ആയി കഴിഞ്ഞ ഒരു 60-70-75 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്റെ ജീവിതം, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക, എന്റെ ജീവിതം എന്തിനാണ് ഞാൻ ജീവിച്ചത്? ആർക്ക് വേണ്ടി ജീവിച്ചു? എന്തിനു വേണ്ടി ജീവിച്ചു? എനിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പലപ്പോഴും നമ്മളിത് ലൈഫിന്റെ എൻഡിലെത്തുന്ന ആ ഒരു ടൈം, സ്റ്റേജ്, ലാസ്റ്റ് ഒരു വാർദ്ധക്യം, ആ സ്റ്റേജിൽ എത്തുമ്പോഴായിരിക്കും ഞാൻ എനിക്ക് വേണ്ടി എന്താണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര റിഗ്രറ്റ് ഫീൽ ചെയ്യും. പക്ഷെ ഞാൻ പറയുവാണ്, നമുക്ക് എന്നാണ് നമ്മൾ ഇവിടം വിട്ട് പോകുന്നതെന്ന് അറിയില്ല. അപ്പൊ ജീവിക്കുന്ന കാലത്തോളം, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഏത് ഏജിലുള്ളവരായിക്കോട്ടെ, നമുക്ക് തന്നെ അറിയാം, നമുക്കൊരു ഏജ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഞാൻ എത്ര വർഷം ഇനി ഈ ഭൂമിയിൽ, നിങ്ങളുടെ ഏജ് എത്രയാണോ അത് നോക്കുക. നമ്മുടെ ഇവിടെ ഇപ്പൊ ഇരിക്കുന്ന ഒരു 25 മുതൽ 24-25 വയസ്സ് തൊട്ട് അറൌണ്ട് ഒരു 70 ഇയേഴ്സ് വരെയുള്ള ആൾക്കാർ എനിക്കറിയാം നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക, ഇനി എത്ര വർഷം എൻ്റെ ഈ ഒരു ഭൂമിയിൽ ഞാൻ ഉണ്ടാവും? ഒരു ദിവസം ആകട്ടെ, 5 ദിവസം ആകട്ടെ, 5 വർഷം ആകട്ടെ, 10 വർഷം ആകട്ടെ, 50 വർഷം, എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ഞാൻ എത്ര നാളാണോ ഈ ഭൂമിയിൽ ഇരിക്കുന്നത്, ആ ഏജ് ഉണ്ടല്ലോ, ഡിസൈഡ് ഏജ്, ഇനി എത്ര വർഷമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മെന്റൽ ഏജ്, മാനസികമായിട്ട് എനിക്കൊരു ഏജ് ഉണ്ട്. അതൊരിക്കലും ഒരു വയസ്സായ ആളിന്റെ ഒരു പ്രായം ആയിരിക്കരുത്. കാരണം നമ്മൾ ജീവിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഒരു മെന്റൽ ഏജ് എന്ന് പറയുന്നത് നമുക്ക് ഉയർന്നതായിരിക്കണം. കാരണം എന്താണ്, നിങ്ങൾക്ക് എത്ര വയസ്സായാലും ഇന്ന് ഒരു ദിവസം കൂടെ എനിക്ക് ഈ ഭൂമിയിൽ കിട്ടി, ഇന്ന് എനിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, എന്നെ സ്നേഹിക്കാനായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെയാണ് കാര്യം ഇരിക്കുന്നത്. ഞാൻ കുറെ വർഷം, ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോ 36 വയസ്സായി. ഈ 36 വയസ്സിനിടയിൽ 25-26 വയസ്സ് വരെയും ഞാൻ ശരിക്കും മരിച്ച് ജീവിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ജീവിച്ചിരുന്നത്. ഞാൻ എനിക്ക് എന്നെ ഇഷ്ടമല്ല, ഒരുപാട് കാര്യങ്ങൾ ഞാൻ എന്നെ സ്വയം പഴിച്ചിട്ടുണ്ട്. മറ്റുള്ള ആൾക്കാരാണ് എൻ്റെ ലൈഫിന് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ആക്കിയത്. അവര് പറയുന്ന വാക്കുകൾ അത് തന്നെയാണ് ശരി. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ബോഡി ഷേമിങ് ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷെ എന്നെ കാണുമ്പോൾ ഇങ്ങനെയാണ്, നീ ഈ ഡ്രസ്സ് ഇട്ടാൽ ചേരില്ല, അല്ലെങ്കിൽ നിനക്കുണ്ടാകുന്ന പല അസുഖങ്ങൾ, അല്ലെങ്കിൽ എന്നെ അത് വെച്ചിട്ട് എന്നെ പറയുന്ന കാര്യങ്ങൾ, ഏത് രീതിയിൽ ഞാൻ അനുഭവിച്ചിരുന്ന ബോഡി ഷേമിങ്, എൻ്റെ കരിയർ വൈസ് എനിക്ക് സംഭവിച്ചുള്ള കാര്യങ്ങൾ, ഇതെല്ലാം മറ്റുള്ള ആൾക്കാർ പറയുമ്പോൾ ഞാൻ അത് തന്നെയാണ് ശരിയെന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷെ എന്നാണോ എൻ്റെ ലൈഫില് ഞാൻ ഒരിക്കലും തിരിച്ചറിവ് വന്നത്, ഇങ്ങനെ അല്ല, വേറൊരാളുടെ കണ്ണിൽ നിന്നും പറയുമ്പോൾ അവരനുഭവിച്ച രീതിയിലുള്ള അവരുടെ ലൈഫാണ് നമ്മളോട് റിഫ്ലക്ട് ചെയ്യുന്നത്, അവരുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞത്. പക്ഷെ അത് ഞാൻ സ്വയം ചിന്തിച്ചു നോക്കി, ഞാൻ ആലോചിച്ചു. എത്രയോ തവണ ഞാൻ എന്നോട് ചോദിച്ച ചോദ്യമാണ്, എൻ്റെ ജീവിതത്തിന്റെ പേർപ്പസ് എന്താണ് എന്നുള്ളത്, എനിക്ക് എന്താണ് വേണ്ടതെന്ന് ഒരുപാട് തവണ വൈ എന്ന് ഞാൻ ചോദിച്ചു നോക്കി. ആ വൈയിൽ നിന്നുമുള്ള ഉത്തരങ്ങളാണ് എൻ്റെ ലൈഫിൽ പിന്നീട് അങ്ങോട്ട് സംഭവിച്ചത്. അറൌണ്ട് ഈ ഒരു 10 ഇയേഴ്സിൽ എൻ്റെ ലൈഫിൽ സംഭവിച്ചത് എൻ്റെ വൈക്കുള്ള ഉത്തരമായിരുന്നു. വീണ് കിടന്നു പോയപ്പോഴും അപ്പോഴും അവിടെ നിന്നും എഴുന്നേറ്റ് വരണം എന്നെ പ്രേരിപ്പിച്ചതിന്റെ റീസൺ, സാമ്പത്തികമായിട്ട് എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വേണം എന്നുള്ള ആഗ്രഹം എന്നിലേക്ക് കൊണ്ടുവന്നതും, ഇനി ഒരിക്കലും ആരോഗ്യമില്ലാതെ കിടപ്പിലായി പോകരുതെന്നുള്ള ആ തീരുമാനം, ഈ കാര്യവും, അതുപോലെ തന്നെ ഉയർന്ന സമൂഹത്തിൽ നിൽക്കുക, എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനത് ഇല്ലായിരുന്നു. പലപ്പോഴും ഞാൻ ഐഡന്റിറ്റി ചിലപ്പോൾ എൻ്റെ ഹസ്ബൻഡിന്റെ പേരിലോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ പേരിലോ ഒക്കെ ആയിരുന്നു, ഇന്ന ഫാമിലിയിൽ നിന്ന് വന്ന ഒരാള് എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നീട് എനിക്ക് മാറ്റി പറയേണ്ടി വന്നൊരവസ്ഥ, സന്തോഷത്തോടെ പ്രൗഡായിട്ട് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നതിന് കാരണമാക്കിയതാണ് ഈ ഒരു വൈ ഞാൻ എന്നോട് ചോദിച്ച നിമിഷം. നിങ്ങൾ ചോദിക്കുക,
ഉത്തരം നിങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ പറയുന്നത് നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കാം. നിങ്ങളിപ്പോൾ എല്ലാവർക്കും സാമ്പത്തിക സ്വാതന്ത്ര്യം വേണമെന്ന് അതിതീവ്രമായിട്ട് ആഗ്രഹിച്ച് നമ്മുടെ ഗ്രൂപ്പുകളിൽ വന്നവരാണ് അല്ലെ? അപ്പൊ ഈ നിമിഷം നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റക്കായി നിൽക്കുവാണ്, എന്താണ് ഞാൻ എടുക്കേണ്ട സൊല്യൂഷൻ? ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് എഴുതി ചോദിച്ചു നോക്കൂ. നിങ്ങൾക്ക് അടുത്ത എന്ത് സ്റ്റെപ്പ് എടുക്കാൻ പറ്റും മനസ്സറിഞ്ഞ് ചോദിച്ചു നോക്കാം. കാരണം നിങ്ങൾക്ക് നിങ്ങളിലാണ് ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്താണോ ചെയ്യാൻ പോകുന്നത് അതാണ് ലൈഫിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. ഞാൻ അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല മകളെന്നുള്ള ലേബല് വേണ്ട, നല്ല മരുമകൾ എന്നുള്ള ലേബല് വേണ്ട, നല്ല അമ്മ എന്നുള്ള ലേബല് വേണ്ട. ഞാൻ മനുഷ്യ സ്ത്രീയായിട്ട് ഈ ഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ എപ്പോഴാണ് ബെസ്റ്റ് എന്ന് പറയുന്നത്? ഞാൻ എന്നെ സ്വയം പറഞ്ഞാൽ മതി. ബാക്കി ആരുടെയും ഒരു ലാസ്റ്റ് ഒരു ഫൈനൽ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. ഞാൻ ഇത് ചെയ്തു എന്നുള്ളതിന് ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. കാരണം എന്താണ്? എന്നെ ഇവിടെ വെച്ചിട്ടുള്ളതിന്, ഞാൻ അനുഭവിച്ചിട്ടുള്ളത് എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. അതിലോട്ട് എനിക്ക് എത്താൻ സാധിച്ചതിന് ഈ സാഹചര്യങ്ങൾ എനിക്ക് തന്നു. കഴിഞ്ഞു. റെസ്പോൺസിബിലിറ്റി മുഴുവൻ ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിന്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി, ഇതുവരെ ഞാൻ കടന്നു വന്ന എല്ലാത്തിന്റെയും റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞു. എല്ലാത്തിനും താങ്ക്സ് പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണോ എനിക്ക് വേണ്ടത് ആ വഴി ഞാൻ അങ്ങ് പോകും. അതിനുള്ള വഴി എനിക്ക് കൊണ്ടുവരും. അതെങ്ങനെ ആര് കൊണ്ടുവരും എന്നുള്ളത് പറയാം. എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ വേറെ ബെറ്റർ എക്സാമ്പിൾ പറയാം. ഇപ്പൊ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായിട്ട് പല ആൾക്കാരും ഡെയിലി പോസ്റ്റ് ഇടുന്നുണ്ട്. പക്ഷെ അവര് ആ പലരും പോസ്റ്റ് ഇടുമ്പോൾ ആഗ്രഹിക്കുന്ന എന്താണ്? കുറെ ലൈക്ക് കിട്ടണം, കുറെ ആൾക്കാർ കമന്റ് ചെയ്യണം, അവര് കുറെ ആൾക്കാർ കൊള്ളാം എന്ന് പറയണം, അല്ലെങ്കിൽ ചിലർ വിമർശിക്കുമ്പോൾ അവരുടെ അടുത്ത് പോയി അടിയുണ്ടാക്കണം. പക്ഷെ ഒരു നിമിഷം ഒരു ബിസിനസ് ഐഡിയ എന്തെങ്കിലും ഉണ്ടോ, എനിക്ക് എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ട് ഈ സമൂഹത്തിലെ ആൾക്കാർക്ക് നല്ലത് കൊടുക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ആൾക്കാര് ചിന്തിക്കുന്ന ആൾക്കാർ കുറവാണ്. പക്ഷെ ചിലരാണെങ്കിലോ ഭൂരിഭാഗം ആൾക്കാരും എന്താണ് ആഗ്രഹിക്കുന്ന കാര്യമാണ് വാലിഡേഷൻ സീക്കുക. എന്താണ്? മറ്റുള്ളവരോട് ചോദിക്കുക, കൊള്ളാമോ, ഞാൻ ഇതിട്ടാൽ നന്നായിരിക്കുമോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇത് തുടങ്ങിയാൽ അടിപൊളിയായിരിക്കുമോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റുള്ള ആൾക്കാരോട് വാലിഡേഷൻ സീക്ക് ചെയ്യുമ്പോൾ പലർക്കും പല അഭിപ്രായമാണ്. അതൊരിക്കലും നിങ്ങൾക്കൊരു റിയൽ വാല്യൂ ബിൽഡ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് ശരിയായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മൂല്യം നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ കാരണം നമുക്ക് ലൈഫിൽ വേണ്ട കുറെ ലൈക്സ്, ലൈക്ക് എന്ന് പറഞ്ഞാൽ ഏത് ലൈക്ക് കൊടുക്കാം നിങ്ങൾക്ക് നമ്മളെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിൽ, യൂട്യൂബിലൊക്കെ കിട്ടുന്ന ആൾക്കാരുടെ ലൈക്ക് എന്ന് പറയുന്നതും അതുപോലെ തന്നെ കമന്റ് എന്ന് പറയുന്നതും ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലൈക്സും ഇത് ഈക്വൽ ടു സക്സസ് അല്ല. അതായത് ബാക്കിയുള്ള ആൾക്കാർ നമുക്ക് തരുന്ന ലൈക്ക് അല്ല ജീവിതത്തിലെ സക്സസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? കാരണം നമ്മുടെ ലൈഫിൽ ഒരു എക്സലൻസ് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഒരു ഫുൾഫിൽമെന്റ് ആദ്യം വേണം. അതായത് ഞാൻ ചെയ്യുന്നത് ശരിയായ പ്രവൃത്തിയും ഞാൻ പോകുന്ന വഴി കറക്റ്റ് ആണ് എന്ന് നിങ്ങൾ സ്വയം ആദ്യം എന്ത് ചെയ്യുക? നിങ്ങളെ സ്വയം സർട്ടിഫൈ ചെയ്യുക. ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്ന ഡെസിഷൻ, ഞാൻ പോകുന്ന വഴി കൃത്യമാണ് എന്ന് ഒരു ഫുൾഫിൽമെന്റ് നിങ്ങൾക്ക് ആദ്യം കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്വാധീനം ചെലുത്താൻ പറ്റും, ഇൻഫ്ലുവൻസ് ചെയ്യാം. അതായത് നിങ്ങളിലൂടെ, നിങ്ങൾ കൊടുക്കുന്ന വീഡിയോസ് ആയിരിക്കാം, നിങ്ങൾ സംസാരിക്കുന്ന രീതി ആയിരിക്കാം, ഇതിലൂടെ മറ്റുള്ള ആൾക്കാർക്ക് മാറ്റം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫിൽ നല്ലത് വന്നു ചേരും, സമൃദ്ധി വന്നു ചേരും. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ പറഞ്ഞു വരുന്നത്, ബാക്കിയുള്ള ആൾക്കാരുടെ, മറ്റുള്ളവർ പറയുന്ന ലൈക്ക്, പലപ്പോഴും ഒരു ഹായ് തരാമോ, എനിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യില്ലേ, അല്ലെ? നമ്മൾ ഇങ്ങനെയൊക്കെ ആൾക്കാരെ ചോദിച്ച് നമ്മൾ എന്ത് ചെയ്യും? അതുപോലെ നമ്മളൊരു ഫോട്ടോ ഇട്ടാൽ കൊള്ളാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു 150 അഭിപ്രായം വരും. ആ 150 അഭിപ്രായത്തിൽ ചിലപ്പോൾ 140 അഭിപ്രായം നല്ലത് തന്നെ കിട്ടും. പക്ഷെ നമുക്ക് ചിലപ്പോൾ 10 പേര് അതിലൊരു അഭിപ്രായം നെഗറ്റീവ് കമന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരെന്തെങ്കിലും സജഷൻ ആയിരിക്കാം. നമ്മൾ ഈ 140 പേര് നമ്മളെ കൺഗ്രാജുലേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞോ അതൊന്നും നമ്മളെ കണ്ണിൽ കാണത്തില്ല. ആ 10 പേര് കമന്റ് ചെയ്ത് നെഗറ്റീവ് ആയിട്ടുള്ള വരുന്ന ആ കമന്റിൽ അല്ലെങ്കിൽ പല സജഷനിലായിരിക്കും നമ്മൾ തൂങ്ങി പിടിച്ച് കിടക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ പിന്നീട് അടുത്ത് നമ്മളെ സ്വയം ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ പലപ്പോഴും നിങ്ങളൊരു പോസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പുകളിൽ, നമ്മളെല്ലാ പല പല ഗ്രൂപ്പുകളിലുള്ളവര്, നിങ്ങളിപ്പോൾ ആർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ആർട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളൊരു ചിത്രം വരച്ചു, നമ്മുടെ ഗ്രൂപ്പിൽ ഇടുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എന്താണ്? ഒരാളെയും ജഡ്ജ് ചെയ്യരുത്. കാരണം ഓരോ ആർട്ടിസ്റ്റിന്റെ വരകളും വ്യത്യാസമാണ്. ഞാൻ മോഹൻലാലിനെ വരയ്ക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരു വ്യക്തി വരയ്ക്കുന്നത്, അല്ലെ? പ്രീത വരയ്ക്കുന്നത്, പ്രീത ഉണ്ടെന്ന് തോന്നുന്നു, അതുപോലെ തന്നെ പ്രീത വരയ്ക്കുന്ന പോലെ ആയിരിക്കും ലക്ഷ്മി ചെയ്യുന്നത്. ഓരോ ആൾക്കാരും ഡിഫറെന്റ് ആയിരിക്കും വരയ്ക്കുന്നത്. കാരണം നമ്മൾ കാണുന്ന കണ്ണ്, നമ്മളുടെ കൈയിന്റെ ആ ഒരു കൈത്തഴക്കം, ഇതെല്ലാമായിട്ട് ഡിഫറെന്റ് ആയിരിക്കും.
അപ്പോൾ നമ്മൾ ഗ്രൂപ്പുകളിൽ ഞാൻ പറയാറുണ്ട്, ഒരാളെയും ജഡ്ജ് ചെയ്യരുത്. എന്തെങ്കിലും ചെറിയ സജഷൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും, നമ്മളിപ്പോൾ ഡ്രസ്സിന്റെ ഒക്കെ ആണെങ്കിൽ അതിലെന്തെങ്കിലും ഒരു വീഡിയോ എടുത്താലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. പക്ഷേ നമ്മുടെ ഗ്രൂപ്പിൽ ചെയ്തില്ല. പക്ഷെ നിങ്ങൾ ഈ സെയിം സാധനം എടുത്ത് നിങ്ങളുടെ കുടുംബത്തിൽ ഒരാളുടെ അടുത്ത് കൊള്ളാമോ, നിങ്ങൾ ചുമ്മാ പോസ്റ്റ് ഇട്ടാൽ കുഴപ്പമില്ല, നമ്മൾ അതിന്റെ ഇടയിൽ പോയി ഇത് കൊള്ളാമോ നോക്കാമോ അഭിപ്രായം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിനകത്തിരിക്കുന്ന ആരെങ്കിലും ഒക്കെ എന്ത് ചെയ്യും, നല്ല കുറേ അഭിപ്രായങ്ങൾ പറയും അല്ലെ. ആ പറയുന്ന സമയത്ത് നമുക്ക് എന്ത് തോന്നും, കുറച്ചുപേര് കൊള്ളാന്ന് പറഞ്ഞാലും ആ കൊള്ളൂല എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻ തന്ന വ്യക്തി കാണിച്ചിട്ടുള്ള ആ ഒരു ആള്, ഇപ്പൊ അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വയസ്സായ ഇതുമായിട്ടൊന്നും ആർട്ടായിട്ടൊന്നും ഒരു ബന്ധമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബ്രാൻഡായിട്ട് ഒരു ബന്ധം ഇല്ലാത്ത ആൾക്കാർ പറയുമ്പോൾ നമ്മൾ അതിൽ കയറി പിടിക്കും. അവിടെ വെച്ചിട്ട് പിന്നീട് അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ ടൈം അവിടെ, വാല്യുബിൾ ടൈം അവിടെ വേസ്റ്റ് ആവും. അപ്പൊ അത് വരാതിരിക്കാൻ വാലിഡേഷൻ സീക്ക് ചെയ്യുന്നത് നിർത്തുക. എഴുതി വെക്കേണ്ട കാര്യമാണ്. വാലിഡേഷൻ നിങ്ങൾക്ക് തന്നെ അറിയാം, നെഗറ്റീവ് അഭിപ്രായങ്ങൾ പറയുന്ന വ്യക്തികളെടുത്ത് വാലിഡേഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ 2 ക്ലാസ്സിന് മുമ്പും പറഞ്ഞതാണ്, നല്ലൊരു ഡ്രസ്സ് ഇട്ട് സ്വയം കണ്ണാടി നോക്കുക. നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾ നന്നായിട്ട് വണ്ണം വെച്ചു, നിങ്ങൾക്ക് സ്വയം തോന്നുകയാണ് എനിക്ക് വെയിറ്റ് ഒന്ന് കുറയ്ക്കണം. ഇതിപ്പോ എല്ലാവരുടെ ചോദിക്കണം, ഞാൻ വണ്ണം വെച്ചാ ഞാൻ വെയിറ്റ് കുറയ്ക്കണോ എന്നൊക്കെ പറയുമ്പോൾ വീട്ടിലുള്ളവർ പറയും, നീ കുറെ അങ്ങനെ പുറത്തു പോയി കഴിച്ചിട്ടാണ് നീ കുറയ്ക്കോ, അല്ലെങ്കിൽ നിന്റെ വണ്ണം ഒന്നും കുറയാൻ പോകുന്നില്ല, ജിമ്മിൽ പോയിട്ടും കാര്യമില്ല, ഡയറ്റ് ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് 100 അഭിപ്രായം. അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരെങ്കിലും ഡയറ്റ് ചെയ്ത് മരിച്ചുപോയ കാര്യമോ ജിമ്മിൽ മരിച്ചു വീണ കാര്യം, ഹാർട്ട് അറ്റാക്ക് വന്ന കാര്യം, ഇതൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതിയും. അപ്പൊ നമ്മൾ സ്വയം കണ്ണാടിയിൽ നോക്കുക. പുറത്ത് ഇറങ്ങുമ്പോൾ സ്വന്തമായിട്ട് നിങ്ങളെ സ്വയം നോക്കുക. നമുക്ക് എന്താണോ മാറ്റം വരുത്തേണ്ടത്, ഇപ്പൊ ഡ്രസ്സ് ഇട്ടു, നിങ്ങൾക്ക് തന്നെ തോന്നുവാണ് അത് ഓക്കെ അല്ല, നിങ്ങൾക്ക് മാറ്റാം. അതിനെ പോയി എല്ലാവരോടും പോയി ചോദിച്ചു, ഒരു പുതിയ സാരി എടുത്തു പോയി അഭിപ്രായം ചോദിക്കേണ്ട. സ്ഥിരമായിട്ട് നമ്മുടെ വീടിനുള്ളിലും ചുറ്റിനുള്ള ഒരു ആൾക്കാർ കാണും, എന്ത് നിങ്ങൾ ഇട്ടിട്ട് ഇറങ്ങിയാലും അത് നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാർ. ഞാൻ പറഞ്ഞല്ലോ, അവർ ഡയറക്റ്റ് വന്നിട്ട് നമ്മൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പോലും അത് മനസ്സാലെ അംഗീകരിച്ചു കൊടുക്കണ്ട. കാരണം അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടുള്ള കളർ ആയിരിക്കില്ല നിങ്ങൾ എടുത്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒരാളെ നിങ്ങൾക്കിപ്പോ വലിയ കമ്മലിടുന്നത് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ പലരും പറയുവാണ് നിനക്കത് ചേരില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾക്ക് ഇടുമ്പോൾ നിങ്ങളെ സുന്ദരിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കില്ല? മറ്റൊരാളുടെ കണ്ണിലല്ല നമ്മളുടെ സൗന്ദര്യം ഇരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവും മനസ്സിലൊരു സ്പാർക്ക്, ഒരു ഐഡിയ വന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ ആൾക്കാർ ഇത്രയും പേര് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് അല്ലെ. ആ ഐഡിയ ചിലപ്പോൾ ആർക്കെങ്കിലും, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ? ഇല്ല. പലപ്പോഴും ബിസിനസ് തുടങ്ങുന്നത് പലരും പല അഭിപ്രായം പറയും. ആ അഭിപ്രായത്തിൽ നിന്നാണ് നിങ്ങൾ പലരും ബ്യൂട്ടീഷ്യൻസ് ആയിട്ടും ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെയ്യുന്നവരായിട്ടും ഫാഷനിലൊക്കെ ആയിട്ട് ഇവിടെ സമൃദ്ധിയിൽ വന്നത് അല്ലെ. അപ്പൊ അത് നമ്മുടെ സ്വന്തം പേർപ്പസ് ഐഡന്റിഫൈ നമ്മൾ മുന്നോട്ട് വന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് കിട്ടിയത്. അപ്പൊ മറ്റുള്ള ആൾക്കാരുടെ ആ ഒരു വാലിഡേഷൻ അത് നിങ്ങൾ ഇനി ഒഴിവാക്കുക. അതുപോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് സൈലന്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്. എന്താണ്, നിങ്ങൾ എന്ത് കാര്യം തുടങ്ങിയാലും, നിങ്ങളിപ്പോ പേജ് തുടങ്ങിക്കോ, നിങ്ങൾ സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്തോ, പക്ഷെ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് കൊട്ടിഘോഷിക്കരുത്. പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത് നിന്നും, നമ്മുടെ അടുത്ത് നിങ്ങൾ വളരുന്നത് കണ്ടിട്ട് അസൂയപ്പെടുന്ന ആൾക്കാർ നമുക്ക് തന്നെ അറിയാം അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലും നെഗറ്റീവ് അടിച്ചു പറയുന്ന ബന്ധുക്കളോ ആരാണോ നിങ്ങൾക്ക് ചുറ്റിനും ഉള്ളത്, അവരോട് നിങ്ങളെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന, കെയർ ചെയ്യുന്ന, ചിലപ്പോൾ അയൽവക്കത്തുള്ളവരൊക്കെ കാണും നമ്മളോട് ഭയങ്കര സ്നേഹമുള്ളത്, അവരോട് എന്തെങ്കിലും ചെറിയൊരു സ്റ്റെപ്പ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ മനസ്സാലെ നമ്മുടെ മുമ്പിൽ പ്രാർത്ഥിക്കും. അല്ലെ, അത് ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും, അത് അവിടെ ഒരു ആത്മാർത്ഥത ഉണ്ടെന്ന് മനസ്സിലാകുന്ന ആൾക്കാർ. അല്ലാതെ ഇവിടെ നിന്ന് തൊഴുത് കാണിച്ചിട്ട് അടുത്ത പോയിട്ട് കുറ്റം പറയുന്ന ആൾക്കാർ അങ്ങനെയുള്ള. മാക്സിമം സൈലന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നൊരു കാര്യമാണ്. പണ്ട് ഏതൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ എന്ത് കാര്യമാണോ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത് മറ്റൊരു വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടോ അത് നടന്നിട്ടേയില്ല, അല്ലെങ്കിൽ ഒരുപാട് ഡിലേ വന്നിട്ടുണ്ടായിരിക്കും. എൻ്റെ ലൈഫിൽ ഞാൻ എന്ത് സ്റ്റെപ്പ് അടുത്തെടുത്താലും അത് ചെയ്തിട്ട് മാത്രമേ ആളുകൾക്ക് മുമ്പിൽ പറയത്തുള്ളൂ. മനസ്സിലായോ? ഞാൻ തുറന്നു പറയാം, എൻ്റെ ഹസ്ബൻഡിനോടും പല കാര്യങ്ങൾ, എൻ്റെ ഈ ഒരു കരിയർ വൈസ് ആയിട്ടുള്ള ചെറിയ ചെറിയ ആക്ഷൻസ്, എനിക്കിപ്പോൾ പലപ്പോഴും സെലിബ്രിറ്റി വർക്ക്സ് കാര്യങ്ങൾ കിട്ടുമ്പോൾ ഞാൻ ഒരിക്കലും ആ സാധനം എല്ലാവരോടും ആദ്യമേ പറയില്ല. ഞാൻ ഇന്ന ആൾക്കൊരു ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് എന്ന് പറയത്തില്ല. അവരത് ഇട്ടൊരു ഫോട്ടോ എനിക്ക് കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ അത് പറയത്തുള്ളൂ. ഈവൻ ഞാൻ പലപ്പോഴും പത്രങ്ങളിൽ എനിക്ക് വരാറുണ്ട്, ചാനൽസിൽ വരാറുണ്ട്. ചാനലിൽ നിന്നും ഇന്റർവ്യൂവിന് ഞാൻ പോകുമ്പോൾ ഇന്റർവ്യൂ ലൈവ് ആണെങ്കിൽ ലൈവ് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് മാത്രമേ ഞാനത് പലപ്പോഴും സോഷ്യൽ മീഡിയക്കകത്ത് പോസ്റ്റ് ചെയ്യാറുള്ളൂ. കാരണം എന്താണ്, നമുക്ക് അറിയില്ല അത് നടക്കില്ല, നമുക്കറിയില്ല. പക്ഷെ എനിക്ക് ശുഭാപ്തി വിശ്വാസം വന്നതിന്റെ ഏറ്റവും വലിയ റീസൺ,
ഞാൻ എന്താണോ നേരത്തെ വിളിച്ച് തുറന്ന് എല്ലാവരോടും പറഞ്ഞിരുന്നത് അത് എൻ്റെ ലൈഫിൽ പലപ്പോഴും നടന്നിട്ടില്ല. പക്ഷെ ഞാൻ ഇന്നൊരു കാര്യം എനിക്കൊരു അവസരം വരുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കും ഇതെനിക്ക് കിട്ടും. പക്ഷെ ഞാൻ ഒരു മനുഷ്യനോട് പറയത്തില്ല. ഞാൻ ഇത് എൻ്റെ കാര്യം തുറന്ന് എൻ്റെ ലൈഫ് എന്നെ പഠിപ്പിച്ച കാര്യമാണ്. ഞാൻ ഇനി നമ്മൾ അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത് അത് പലപ്പോഴും ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാനത് തുറന്നു പറയത്തില്ല. അത് പലപ്പോഴും നമുക്ക് ലൈഫിൽ നടക്കാറില്ല. കാരണം നിങ്ങളുടെ ക്രാഫ്റ്റ് നിങ്ങൾ മാസ്റ്റർ ചെയ്യുക. അതായത് നിങ്ങൾ ഏത് മേഖലയിലാണോ നിൽക്കുന്നത് ആ ഒരു കാര്യത്തിൽ ബെസ്റ്റ് ആവുക എന്നുള്ളതാണ് വേണ്ടത്. നിങ്ങൾ എവിടെ കോഴ്സ് ചേർന്നോ, നിങ്ങൾ എന്ത് പഠിക്കാൻ ജോയിൻ ചെയ്തോ, ഇത് ആരോടും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ മെല്ലെ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുക. നിങ്ങൾ അതിൽ എക്സലന്റ് ആയി കഴിയുമ്പോൾ ആളുകൾക്ക് നോട്ടീസ് ചെയ്ത് തുടങ്ങും. കാരണം എന്താണ്, നമ്മളത് ഇങ്ങനൊരു കാര്യം അവൾ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് നേരത്തെ തുടക്കത്തിൽ തന്നെ നമ്മളത് പറഞ്ഞു കൊടുത്ത ആൾക്കാരുടെ ഇടയിൽ കൊട്ടിഘോഷിക്കാൻ വരും. കുറച്ചു ദിവസം പോട്ടെ, ആളുകൾ നമുക്ക് മെല്ലെ മെല്ലെ കാണട്ടെ. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളൊരു അതിലൊരു മാസ്റ്റർ ആയി എന്ന് തിരിച്ചറിവ് വരും. അതുകൊണ്ട് നിങ്ങൾ എത്ര ഏജിലുള്ള ആയിക്കോട്ടെ, ഇനി അങ്ങോട്ട് നമുക്ക് എന്താണ്, ഞാൻ പറഞ്ഞല്ലോ, നോ പറയേണ്ടടുത്ത് നോ പറയണം, നിങ്ങളോട് എസ് പറയണം, നിങ്ങളോട് എന്ത് പറയണം, എസ് പറയണം. അതുപോലെ തന്നെ സൈലന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. കാരണം നിങ്ങൾ ഡോണ്ട് സീക്ക് ടു ബി നോട്ടീസ്ഡ്. നിങ്ങൾ എല്ലായിടത്തും നോട്ടീസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അത് തേടി പോകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള സമയത്ത് കിട്ടേണ്ടത് ടൈംലി നിങ്ങളുടെ അടുത്ത് വരും. സൈലന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. മനസ്സിലായോ? സീക്ക് ടു ബി റിമെമ്പേർഡ് ഫോർ യുവർ വർക്ക്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നോ അതിനനുസരിച്ച് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് വരും, പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വരും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ആഗ്രഹമാണ് എനിക്കൊരു ചാനലിൽ എൻ്റെ ഒരു ഇന്റർവ്യൂ വരണം എന്നുള്ളത്. പക്ഷെ എനിക്ക് അങ്ങനെ പറയാനോ എന്നെ സഹായിക്കാനോ അങ്ങനെയൊന്നും ആൾക്കാരൊന്നും ഇല്ല. ഈവൻ ചാനലിൽ പോയി എങ്ങനെ സംസാരിക്കും. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് എന്തെങ്കിലും ഇത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ 2015 ലാസ്റ്റ് ഒക്കെ ആയ സമയത്ത്, 15 ലാസ്റ്റ് ഒക്കെ ആയപ്പോഴാണ് എൻ്റെ ഒരു വർക്ക് കണ്ടിട്ട് ഒരു കസ്റ്റമർ ത്രൂ ആണ് എന്നോട് എൻ്റെ വർക്ക്സ് കണ്ടിട്ട് അദ്ദേഹം എന്നോട് സജസ്റ്റ് ചെയ്യില്ല, അദ്ദേഹം ത്രൂ ആണ് ജനം ടിവിയിൽ ആദ്യമായിട്ട് അവിടെ നിന്നാണ് എനിക്ക് ഫസ്റ്റ് കോൾ എനിക്ക് വരുന്നത്. ഞാൻ മനസ്സിൽ ആഗ്രഹം മാത്രം സൂക്ഷിച്ചു. പക്ഷെ അതിനായിട്ട് ഞാൻ എൻ്റെ വർക്ക് തുടർന്നു. പക്ഷെ ഞാൻ എൻ്റെ കസ്റ്റമറോട് ഞാൻ കാണിച്ച കെയർ, സപ്പോർട്ട്, അതിലൂടെയാണ് എനിക്ക് അവസരം. അതുപോലെ തന്നെയാണ് പലപ്പോഴും മാതൃഭൂമിയിൽ എഴുതുന്ന കുറച്ച് നാള് ഞാൻ എഴുതുന്ന മാതൃഭൂമി നഗരത്തിൽ എഴുതിക്കൊണ്ടിരുന്ന ആ സമയത്തും ഒക്കെ ഞാൻ ഇന്ന് വരെ ഞാൻ പ്രതീക്ഷയിൽ പോലും ഇല്ല ഞാനൊരു പത്രത്തിൽ ഇങ്ങനൊരു ഒരു പേജ് എനിക്കായിട്ട് വരുമെന്നും അതിൽ ഞാൻ എഴുതുമെന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ്. പക്ഷെ എന്നോ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം വന്നു. ഞാൻ പഠിച്ച കാര്യങ്ങൾ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഒത്തിരി ഫാഷൻ ഡിസൈനേഴ്സിന്റെ കാര്യങ്ങളെ കുറിച്ചും പല ബ്രാൻഡുകളെ കുറിച്ചും ക്ലോത്തിങ്ങിനെ കുറിച്ചും ആർട്ടിനെ കുറിച്ചും ഒക്കെ ഞാൻ ആ ഒരു അവിടുത്തെ ആ കോളത്തിൽ ഞാൻ പലപ്പോഴും എഴുതിയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് വരാൻ ഉള്ള ഞാൻ ഉള്ളിലൊരു തീവ്രത വെച്ചു. പക്ഷെ ഞാൻ ഇത് എവിടെയും എന്ത് ചെയ്തില്ല, എന്നെ ഇങ്ങോട്ട് എൻ്റെ ഒരു ഫീച്ചർ എഴുതാൻ വന്ന വ്യക്തിയാണ് പിന്നീട് അവരുടെ കണ്ടന്റ് റൈറ്റർ എഴുതിയപ്പോൾ എനിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ആ സമയം ഞാൻ പറഞ്ഞു, ഞാൻ എഴുതി തരാം സ്ക്രിപ്റ്റ്, അതൊന്ന് വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരന് കൊടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ എഴുതുന്നുണ്ടല്ലോ, ട്രൈ ചെയ്യാമോ എന്ന് ചോദിച്ചു. അതാണ് എൻ്റെ ഒരു അവസരം. ഞാൻ പോലും അറിഞ്ഞില്ല എന്നിലേക്ക് വന്നത്. അപ്പൊ ഇത് നമ്മൾ കൊട്ടിഘോഷി, ഞാനിപ്പോ എഴുതിയെന്ന് വിചാരിച്ചിട്ട് പത്രത്തിൽ സാധനം അടിച്ച് എൻ്റെ വീട്ടിൽ പത്രം കിട്ടുന്നവരെ ഞാൻ ഒരു മനുഷ്യനോട് സാധനം പറഞ്ഞിട്ടില്ല. ഈവൻ നമ്മുടെ ഫോട്ടോഷൂട്ടിന്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ സംഭവം കഴിയാതെ ഞാൻ ഇത് ചെയ്തില്ല. ഈവൻ ഒരു നടിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ഫോട്ടോ എടുത്തു, ഞാനൊരു ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ഫോട്ടോഷൂട്ടൊക്കെ ഞങ്ങൾ പോയി എടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു ഫോട്ടോയോ ഇതും ഇട്ടില്ല. കാരണം അവർക്ക് ചിലപ്പം ആ ഒരു റീലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവരുടെ മനസ്സ് മാറി അവർക്ക് വേണ്ടാന്ന് തോന്നിയാൽ നമ്മൾ ഈ പോസ്റ്റ് ചെയ്തതെല്ലാം വെറുതെ ആവും. സംഭവം എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ. ഇത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപാട് നമ്മൾ നോട്ടീസ് ചെയ്യുന്നതിലല്ല കാര്യം ഇരിക്കുന്നത്, അതിനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ വഴി കണ്ടിന്യൂ ചെയ്യുക, ആഗ്രഹം മനസ്സിൽ തീവ്രമാക്കുക. അതിനായിട്ടുള്ള വ്യക്തികളും സാഹചര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ ഉറപ്പായിട്ട് എത്തിച്ചേരും. ആ ടൈമിൽ ഡിവൈൻ ടൈം എന്ന് പറയും, ഡിവൈൻ ടൈമിൽ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരും. പക്ഷെ നമ്മുടെ ക്യാരക്ടർ വൈസ് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ ആക്ഷൻസ് ആണ് അവർ ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ അവർ സ്ട്രഗിൾസ്. നിങ്ങളുടെ സ്ട്രഗിൾസ്, നിങ്ങൾ കടന്നു വന്ന വഴിയേക്കാളും നിങ്ങളുടെ ആക്ഷൻ ആണ് കൂടുതലും ഉച്ചത്തിൽ സംസാരിക്കേണ്ടത്. ഞാൻ കടന്നു വന്ന വഴികൾ, ഞാൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടു, ഇങ്ങനെയൊക്കെ ആണ്, പക്ഷെ എനിക്കൊരു എൻഡ് റിസൾട്ട്, ഞാൻ അതിലെടുത്ത ആക്ഷനിലാണ് എനിക്കൊരു എൻഡ് റിസൾട്ട് കിട്ടിയത്. പലപ്പോഴും പല സ്ത്രീകളും പറഞ്ഞാണ്, ഞാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് തുടങ്ങണം, പക്ഷെ
തുടങ്ങണം എന്ന് പറഞ്ഞാൽ എത്രയോ കാലം നിങ്ങൾ ഒന്നും ചെയ്യാതെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, കൂടുതൽ സംസാരിക്കുന്നു, പക്ഷെ അതിനുള്ള ആക്ഷൻ എടുക്കാതെ ആക്ട് ലെസ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഡ്രീംസ്, സ്വപ്നങ്ങൾ എന്ന് പറയുന്ന കാര്യം അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ എന്ത് വേണം? ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്താണോ നിങ്ങളിപ്പോൾ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വന്ന് നിൽക്കുന്നത്, അതിൽ നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുക്കാതെ നിങ്ങളുടെ സ്വപ്നം അല്ലെങ്കിൽ എന്തായി മാറും? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ എന്താണ്, നമ്മുടെ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറങ്ങാൻ അനുവദിക്കാത്ത ഒന്നാണ് സ്വപ്നം. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ആൾക്കാർ അവരുടെ ബ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ മേഖലയിലുള്ളവർ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ഒരു സ്വപ്നത്തിന്റെ റിസൾട്ടാണ് ആ കാണുന്നത്. പല ആൾക്കാർ റിസൾട്ടാണ് അവർക്ക് വരുന്ന ഓർഡറുകൾ. നമ്മൾ അതിലേക്ക് എത്തണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക്, ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടാൽ ചിലപ്പോൾ ആദ്യത്തെ പോസ്റ്റിന് വൈറലാവും. ചില ആൾക്കാർക്ക് ചിലപ്പോൾ 1 മാസം എടുക്കും, ചിലർക്ക് 2 മാസം എടുക്കും. പക്ഷെ പിന്തിരിയാൻ ആകാത്ത ഏതൊരു വ്യക്തിയുടെ അടുത്തും സക്സസ് വന്നിരിക്കും. നിങ്ങൾ എഴുതി വെച്ചോളൂ, ഒരിക്കലും പിന്തിരിയാൻ. ഞാൻ ഈ ഒരു എന്നെ ഇതുപോലെ ആകർഷിച്ചൊരു വാക്കാണ് വിക്രമാദിത്യൻ സിനിമയിൽ ഏറ്റവും ലാസ്റ്റ് എന്താണ്, തിരിഞ്ഞു ഓടാൻ, അതായത് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ നോക്കിക്കൊണ്ടിരിക്കാതെ മുന്നോട്ട് ഓടാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രമേ സക്സസ് കിട്ടത്തുള്ളൂ. ആരാണ് നമ്മൾ ലാസ്റ്റ് നമുക്ക് ദുൽഖർ സൽമാന് അല്ലെ, IPS കിട്ടുന്നവർ എന്തെല്ലാം ലൈഫിൽ സ്ട്രഗിൾ ചെയ്തു. ആ സ്ട്രഗിൾസിനിടയിലും സമയം കണ്ടെത്തി പഠിച്ച് ലാസ്റ്റ് IPSലേക്ക് വന്നു. ആ ഒരു എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിച്ചു. ഇതേപോലെയാണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ബ്രാൻഡ് വിജയിക്കണം, നിങ്ങൾക്ക് കയറി വരണം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പല വ്യക്തികൾ, യൂട്യൂബിൽ കാണുന്ന ആൾക്കാരുടെ പോലെ നിങ്ങൾക്ക് ആയിത്തീരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുക. അത് മാത്രമാണ് നമുക്ക് വേണ്ടത്. ഇതിന് ഒരാൾ ചുറ്റിനും നിൽക്കുന്ന എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും നമുക്ക് എല്ലാം കൊണ്ടുവരും എന്നുള്ള വാലിഡേഷൻ വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ എൻ്റെ ലൈഫിൽ എൻ്റെ ബ്രാൻഡ് തുടങ്ങിയപ്പോൾ എൻ്റെ വീട്ടുകാരായാലും എൻ്റെ 2 ഫാമിലിയിലുള്ളവരും എനിക്ക്, എൻ്റെ അമ്മ എൻ്റെ മകനെ നോക്കുമായിരുന്നു. അത് വലിയൊരു കാര്യമാണ്, എൻ്റെ അമ്മ തന്നൊരു സപ്പോർട്ട്. പക്ഷെ തുടക്കത്തിൽ ഇവരെല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ നല്ല രീതിയിൽ സാരിയിൽ പെയിന്റ് അടിച്ച് നടക്കുക, എന്തെല്ലാം തരത്തിലുള്ള വാക്കുകൾ എനിക്ക് പല ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പുച്ഛത്തോടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വരയ്ക്കുന്ന മുഴുവനും ഞാനൊരു ഹിന്ദു ഇതാണ്, ഭക്തയാണ്. പക്ഷെ എനിക്ക് കൂടുതൽ പിന്നീട് ഓർഡേഴ്സ് ഒക്കെ ഒത്തിരി ക്രിസ്ത്യൻ റിലീജിയൻ, ക്രിസ്മസ് ആയിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി വന്നെങ്കിലും തുടക്കം മുഴുവേ നമ്മളൊരു ആ രീതിയിലാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ട് പോലും അതിനെ പോലും പുച്ഛിച്ച് തള്ളുന്ന രീതിയിൽ ഒരുപാട് വാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വന്നു. ഒന്നിനും ഒരു വിലയില്ലാതെ. കാരണം ഗവൺമെന്റ് ഒരു ജോലി കിട്ടിയാൽ മാത്രമേ ലോകത്തിലെല്ലാം ഉണ്ടാവത്തുള്ളൂ. ഈ രീതിയിൽ കൺസിഡർ ചെയ്ത് എന്നോട് പറഞ്ഞിരുന്ന പല ആൾക്കാരുടെയും പിന്നീട് എൻ്റെ ലൈഫ് മാറി തുടങ്ങിയപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലോട്ട് എന്നിലേക്ക് എത്തിച്ചേർന്നതിന് ഒരൊറ്റ റീസണേ ഉള്ളൂ, ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവർക്കല്ല, ഞാൻ എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ അടിയറവ് പറയാൻ തയ്യാറല്ല. അതവിടെ അഹങ്കാരമായിട്ടോ മറത്തുള്ള വാക്കുകളായിട്ടോ ഒന്നുമല്ല. ഞാൻ സൈലന്റ് ആയിട്ട് വർക്ക് ചെയ്തു, ഒത്തിരി കരഞ്ഞു, ഒത്തിരി ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞും ഒരുപാട് ജേണൽ എഴുതിയും ഒരുപാട് കാര്യങ്ങൾ എഴുതിയും ഒക്കെ നിന്നപ്പോഴും എൻ്റെ ഉള്ളിലൊരു പിന്നീട് അതൊന്ന് കരഞ്ഞു കഴിഞ്ഞ് ഒന്ന് ജേണലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ്. എനിക്കൊരു വഴി എൻ്റെ മുമ്പിൽ വന്നു തുടങ്ങി. അതിൽ നിന്നുമാണ് ഞാൻ ഓരോന്ന് ചെയ്ത് മുന്നോട്ട് വന്നത്. മനസ്സിലായോ? അപ്പൊ അത് വന്നത് കാരണം സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ അവിടെ എന്ത് ചെയ്തിരിക്കണം? ആക്ഷൻ എടുക്കണം. ഇപ്പൊ ഞാൻ ചിത്രം വരയ്ക്കുന്നതിന് നമ്മളോട് അതിലൊന്നും കാര്യമില്ല, അതിലൊന്നും വലിയ ലാഭമില്ല എന്ന് പറഞ്ഞ ആളിനോട് ഒരു കാര്യം ചെയ്തു അതേപോലെ ഒന്ന് വരച്ചു തരാൻ പറഞ്ഞാൽ അവർ ചെയ്യാൻ പറ്റും. ഈവൻ നിങ്ങളിൽ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നിങ്ങൾ തയ്ക്കുന്നതിനെ കുറിച്ചും ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ച് കുറ്റം പറയുന്ന ആൾക്കാർ, അവരോട് നിങ്ങൾ ചെയ്യുന്ന രീതിയിൽ ഭംഗിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞാൽ അവർ ചെയ്തു തരും. നിങ്ങളൊരു ബ്യൂട്ടി പാർലർ ചെയ്യുന്നുണ്ട്, നല്ലൊരു ബ്രൈഡൽ മേക്കപ്പ്, നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ നിങ്ങളുടെ ബോക്സ് പെട്ടിയും സാധനങ്ങളും ഒക്കെ ആയിട്ട് പോകുമ്പോൾ അതിനെ കുറ്റം പറഞ്ഞിരിക്കുന്ന ആൾക്കാരോട് നല്ലൊരു ബ്രൈഡിന് ഈവൻ ഒരു സാരി നന്നായിട്ടൊന്ന് ഡ്രേപ്പ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കും അവർക്ക്? ഇല്ല. ഇതൊന്നും ചെയ്യാത്ത ആളുകളാണ് ഏറ്റവും കൂടുതൽ നമ്മളെ വിമർശിക്കാറുള്ളത്. ഇതൊന്നും ചെയ്യാത്ത ആളുകളാണ്, അവരവരുടെ ലൈഫിൽ ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ മറ്റുള്ള ആൾക്കാർ ചെയ്യുന്നതിന് എല്ലാത്തിനും കുറ്റപ്പെടുത്തലുമാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിൽ വാലിഡേഷൻ സീക്ക് ചെയ്യാൻ പോകരുത്, മിണ്ടാതിരിക്കുക. എന്ത് പറഞ്ഞാലും ചെറിയൊരു പുഞ്ചിരി, മനസ്സുകൊണ്ട് പോലും വേദനിക്കുക, തളരാതെ മുന്നോട്ട് പോവുക. കാരണം നിങ്ങളുടെ കംപ്ലൈൻസിനെക്കാളും നിങ്ങളുടെ ആക്ഷൻ ആയിരിക്കണം കൂടുതലായിട്ടും ഒച്ചത്തിൽ കേൾക്കേണ്ടത്. ഈവൻ
1% പ്രോഗ്രസ് ഈസ് പവർ. 1% നമ്മൾ പ്രോഗ്രസ് ആയാൽ മതി. അത് തന്നെയാണ് ഏറ്റവും വലിയ ശക്തി. കാരണം വെൽ ഡൺ ഈസ് ബെറ്റർ ദാൻ വെൽ സെഡ്. എന്താണ്, നന്നായിട്ടൊരു കാര്യം ഞാനിത് ചെയ്യാൻ പോകുന്നു എന്ന് നമ്മൾ പറയുമ്പോഴേക്കാളും അത് ചെയ്ത് കഴിഞ്ഞിട്ട് വെൽ ഡൺ ആക്കുന്നതാണ്. മറ്റുള്ളവരല്ല അത് വെൽ ഡൺ പറയണ്ട, നിങ്ങൾ തന്നെ പറയുവാണ്. സോ ഹാപ്പി ആയിട്ട് നിങ്ങളിപ്പോ ലോഗോ ഡിസൈൻ ചെയ്തു. എത്ര ലോഗോസ് നമ്മൾ നോക്കിയിട്ടായിരിക്കും അവസാനം നമ്മളൊരു ലോഗോ ലാസ്റ്റ് എത്തുന്നത്. സ്വന്തമായിട്ട് പറയാം വെൽ ഡൺ എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? അതല്ലാതെ ഞാൻ ഒരു ലോഗോ ചെയ്യാൻ പോകുന്നു, ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു, ഇത് വെൽ സെറ്റ്. പക്ഷെ അതിന്റെ ഏറ്റവും ബെറ്റർ എന്തെന്നാണ് പറയുന്നത്? വെൽ ഡൺ. അതെപ്പോഴാണ് ഞാനത് ചെയ്ത് കഴിയുമ്പോഴാണ് വെൽ ഡൺ പറയേണ്ടത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ നിങ്ങളുടെ ജേണി, നമ്മുടെ ഈ ജീവിതത്തിൽ ഒരു മീനിങ് വേണം, ഒരു അർത്ഥം വേണം, അല്ലെ? പലപ്പോഴും എനിക്ക് തോന്നാറുള്ള കാര്യം, അതായത് ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ ലൈഫിൽ ഉണ്ടായ കാര്യം ഇപ്പൊ എൻ്റെ ലൈഫിൽ ഇല്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാൽ പോലും ഫീലിംഗ് ലോസ്റ്റ്, എനിക്ക് എന്തൊക്കെയോ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള രീതിയിലൊരു ഫീലിംഗ് നമുക്ക് വരും. കാരണം എന്തുകൊണ്ടാണ്? അത് എന്തുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നത്? നമ്മൾ ആരെയോ കമ്പയർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടല്ലേ. പലപ്പോഴും ഞാൻ പറഞ്ഞു വന്നത്, എല്ലാം നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ എവിടെയോ ഞാൻ എന്തോ നഷ്ടപ്പെടുത്തുന്നുണ്ട്. അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പലരെയായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടാണ്. നമുക്ക് ആ സമയത്താണ് ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളെ സ്വയം ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നത്, അല്ലെ? കാരണം നമുക്ക് ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നത്, നമ്മൾ ഓരോരുത്തരും ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർ. മറ്റൊരാളുടെ പെർസ്പെക്റ്റീവിൽ അവർ ചെയ്യുന്ന കാര്യം തന്നെ നോക്കി നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. കാരണം നമ്മുടെ ലൈഫിന്റെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത്, അത് ഇന്ന ആൾക്ക് ഇന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആരും, വീട്ടുകാരോ നമ്മുടെ ബന്ധുക്കളോ അല്ല നമുക്ക് തരുന്നത്. നമ്മുടെ ലൈഫിന്റെ പേർപ്പസ്, നിന്റെ ജീവിതം ഇതാണ്, നീ ഇങ്ങനെയാണ് ജീവിക്കേണ്ടെന്നുള്ള പേർപ്പസ് ആരും തരുന്നതല്ല. അത് ഡിസ്കവർ ചെയ്യണം, അത് കണ്ടെത്തേണ്ട കാര്യമാണ്. മനസ്സിലായോ? എത്രയോ PSC പഠിച്ചു, ബാങ്ക് ടെസ്റ്റുകൾ പോയി, പലപ്പോഴും നമുക്കൊന്നും കിട്ടിയില്ല. അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം നിങ്ങൾ ഫാഷൻ ഡിസൈനിങ് ചെയ്തവരും അല്ലെങ്കിൽ ആർട്ടും ക്രാഫ്റ്റും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ വന്നു. അപ്പോഴൊക്കെ നമ്മൾ ഇതൊക്കെ പഠിച്ച സമയത്ത് ഇപ്പോഴും അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചേർന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം മൈൻഡ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം. എന്താണ് ആ കാര്യം കിട്ടാത്തത്? എന്തിനാണ്? എൻ്റെ ലൈഫിന്റെ പേർപ്പസ്, എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് കിടപ്പുണ്ട്, ഇതാണ് എൻ്റെ ഒരു ജീവിത വഴി എന്നുള്ളത് പേർപ്പസ് എന്നിലേക്ക് വന്ന് ചേർന്നതാണ്. മനസ്സിലായോ? അത് നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ചോയ്സസിലൂടെ ആയിരിക്കാം അത് നിങ്ങളിലേക്ക് വന്നത്. നിങ്ങളുടെ ലൈഫിലുണ്ടായ പെയിനിലൂടെ ആയിരിക്കാം, നിങ്ങൾക്കുണ്ടായ ഒരു ഹീലിംഗിലൂടെ ആയിരിക്കും. അതായത് നീ ഇങ്ങനെ കിടക്കാൻ പാടില്ല, നിന്റെ ജീവിതം എഴുന്നേക്കണം, നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, നിന്റെ ഉള്ളിൽ ഒരുപാട് കഴിവുണ്ട്. ഇത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇരുന്ന് ആരോ പറഞ്ഞു തന്നിട്ടില്ലേ പലപ്പോഴും. ചിലപ്പോ ഒരാളുടെ രൂപത്തിൽ വന്നിട്ടാണ്, ഏറ്റവും അടുത്തൊരു സുഹൃത്തോ, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പുറത്തു പോയപ്പോൾ നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ വന്നപ്പോൾ അവർ ത്രൂ പറഞ്ഞതായിരിക്കാം. അതൊക്കെയാണ് നമ്മുടെ ലൈഫിലെ ഹീലിംഗ് എന്ന് പറയുന്നത്. അതിലൂടെ ആയിരിക്കാം ഒരു സർവീസ്. നമ്മൾ പലപ്പോഴും സൗന്ദര്യമില്ലാത്തതിനെ നമ്മൾ പലപ്പോഴും എനിക്ക് അതില്ല, എനിക്ക് നിറവില്ല, അല്ലെങ്കിൽ എൻ്റെ ശരീരം ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ദൈവത്തിനോട് പോലും ചോദിക്കും, എന്നെ എന്തിനാണ് ഇങ്ങനെ സൃഷ്ടിച്ചതെന്നൊക്കെ. പക്ഷെ പലപ്പോഴായിട്ടും നമ്മൾ ഒരു നിമിഷം ആലോചിച്ച് നോക്കാം, ഇങ്ങനെ ഒന്നും അല്ലാതെ എന്നെ ഈശ്വരൻ ഒരുപാട് രോഗങ്ങളായിട്ടോ അല്ലെങ്കിൽ ജന്മനാ നമുക്ക് പല തരത്തിലുള്ള ഇതായിട്ടോ ഒക്കെ ഞാൻ ഇങ്ങനെ ഈ രീതിയിൽ എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം കിട്ടിയതിനും ആണോ നല്ലത്, അതോ ഈ രീതിയിൽ മറ്റൊരു രീതിയിൽ ലൈഫ് പോകുന്നതായിരിക്കും ബെസ്റ്റ് എന്നുള്ളത്. അതായത് എന്താണ്, ഞാനത് ഒരുപാട് ആഴത്തിലേക്ക് വരുന്നില്ല. നമ്മുടെ സമൂഹം കാണുന്നത് എത്രയോ ആൾക്കാർ ഒരിക്കലും ഒരാളെ ലൈഫ് വെച്ചിട്ട് മറ്റൊരാളെ കമ്പയർ ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിന് ചുറ്റിനും ജീവിക്കുന്ന ആൾക്കാർ, ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരില്ലേ നമുക്ക് ചുറ്റും. പക്ഷെ അത് അവരുമായിട്ട് ഒന്ന് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് ബ്ലെസ്ഡ് ആണ്, അല്ലെ? ഞാൻ ഒരിക്കലും അവരുടെ പണമോ രോഗങ്ങളോ ഇതല്ല, നമുക്ക് ഈശ്വരൻ തന്നിട്ടുള്ള പല കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇപ്പൊ എന്നെ കേൾക്കാനായിട്ടുള്ള കഴിവ് കിട്ടിയില്ലേ, അത് വലിയ കാര്യം. കാണാൻ പറ്റുന്നില്ലേ, സംസാരിക്കാൻ പറ്റുന്ന കഴിവ്, അല്ലെ? ഇങ്ങനെ ഒത്തിരി കഴിവുകൾ. ആരുമായിട്ട് ഞാൻ ഈ ലോകത്തിലുള്ളവരെ കമ്പയർ ചെയ്യുന്നില്ല. പക്ഷെ ഇതെല്ലാം തന്നതിന് ആർക്ക് പറയണം നന്ദി? ഈശ്വരനോട് നന്ദി പറയുക. കാരണം എന്താണ്, നമ്മൾ പലപ്പോഴും കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ഒരു എംപ്റ്റിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് മറ്റൊരാളല്ല നിന്റെ ലൈഫിന്റെ പേർപ്പസ് എന്ന് പറഞ്ഞിട്ട് ഒരാളിപ്പോ നിങ്ങളോട് അത് ചെയ്യാൻ സജസ്റ്റ് ചെയ്താൽ നിങ്ങളോട് 100 വട്ടം ചോദിക്കുക, ഇത് എന്നെ കൊണ്ട് പറ്റുന്നതാണോ, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള മേഖലയാണോ, എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണോ,
എന്ന് സ്വന്തമായിട്ട് നോക്കാതെ നമ്മൾ ചാടിക്കയറി ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ പരാജയം വരുമ്പോൾ അവരുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് പേർപ്പസ് എന്ന് പറയുന്നത് മറ്റൊരാളല്ല തരുന്നത്, ഇറ്റ് ഈസ് ഡിസ്കവേർഡ്. അത് കണ്ടെത്തേണ്ടതാണ്. അത് കുഞ്ഞു കുഞ്ഞു ചോയ്സിലൂടെ, ഒരു വേദനയോടിലായിരിക്കാം നമ്മൾ കാണുന്നത്. അത് ഹീൽ ചെയ്യുമ്പോൾ മനസ്സൊത്തിരി വേദനിച്ചിട്ട് അവസാനം നമുക്കൊരു സാധനം തരും. അങ്ങനെയുള്ള ഹീലിംഗിലായിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നവമിയുടെ തുടക്കം ഒരുപാട് വേദനിച്ചതിന് ശേഷമാണ് അവസാനം കരഞ്ഞ് 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 ഈശ്വരനെ പ്രാർത്ഥിച്ച് എന്തിങ്ങനെ എന്നെ എന്തിനിങ്ങനെ ആക്കി എന്ന് ചോദിച്ചതിന്റെ അവസാനമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ ആ ഒരു അവസാനം എനിക്ക് കിട്ടിയ ആ ഒരു ഫോട്ടോ അല്ലെ, ആ ഒരു ഷർട്ട്, അതാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത്, എൻ്റെ മുമ്പിൽ കൊണ്ട് കാണിച്ചത്. ആ ഒരു കാര്യത്തിലോട്ട് എന്നെ എത്തിച്ചതിന് മുമ്പിൽ നമ്മൾ ചിലപ്പോൾ ഒരുപാട് പെയിൻ എടുത്തിട്ടായിരിക്കും, പക്ഷെ ആ പിന്നീട് കിട്ടുന്ന റിസൾട്ട് ഒരുപാട് മധുരമുള്ളതായിരിക്കും. മനസ്സിലായോ? അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ആസ്കിങ് വൈ മീ. എന്തിന് എനിക്കിത് തന്നു, ഈ ഒരു വേദന എന്തിന് എനിക്ക് തന്നു എന്ന് ചോദിക്കുന്നതിന് പകരം സ്റ്റാർട്ട് ആസ്കിങ് വൈ, വാട്ട് ഈസ് ദിസ് ടീച്ചിങ് മീ. എന്നെ ഇത് എന്താണ് പഠിപ്പിക്കുന്നത്? എന്നെ സ്ഥിരമായിട്ട് വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്ന ആൾക്കാർ ഉണ്ടായിരുന്നു. അപ്പൊ തുടക്കത്തിൽ ഞാൻ ഒരുപാട് വർഷം ചോദിച്ചിരുന്നു എന്തിനാണ് എനിക്ക് ഈ പെയിൻ തന്നതെന്ന്. പക്ഷെ പിന്നീട് ഇപ്പോഴായാലും ഈ സിറ്റുവേഷനിലായാലും എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുവാണെങ്കിലും ഞാൻ അത് ഒരു നിമിഷം ആലോചിക്കും, ഇതിനെ എന്താണ് ഇതിൽ നിന്ന് എന്നെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഉത്തരം തരും. നീ ഇങ്ങനെ ചെയ്യുന്നത് നിർത്തി, അല്ലെങ്കിൽ ഈ രീതിയിൽ സംസാരിക്കുന്നത് മാറ്റി, അല്ലെങ്കിൽ ഈ വ്യക്തിയോട് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്, വേണമോ വേണ്ടയോ, ഈ ഡെസിഷൻ എടുക്കുന്നത് ശരിയാണോ, അവരോടത് ചോദിക്കണം. ഈ രീതിയിൽ നമ്മളൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വരും. ആ സമയം എന്ത് ചെയ്യുക? ബുക്ക് എടുക്കുക, റൈറ്റ്, റിഫ്ലക്റ്റ്, എന്നിട്ട് അതിനുള്ള ആക്ഷൻ എടുക്കുക. കാരണം അവിടെയാണ് നമ്മുടെ ലൈഫിന്റെ പേർപ്പസ്. നമ്മളുടെ ടോപ്പിക്കിലേക്ക് നമ്മൾ മെല്ലെ കയറി തുടങ്ങുവാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ത്, പേർപ്പസ് എന്ത്? അതിലാദ്യം ചോദിക്കേണ്ട കാര്യമാണ് എന്തിന് എനിക്ക് ഈ ലൈഫ് തന്നു എന്ന് ചോദിക്കും. വൈ മീ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അത് വെട്ടിക്കളയാം. എന്നിട്ട് എഴുതുക വാട്ട് ഈസ് ദിസ് ടീച്ചിങ് മീ. എന്നെ ഇത് എന്താണ് പഠിപ്പിക്കുന്നത്? ഇപ്പൊ നിങ്ങളിൽ ഉണ്ടായിരിക്കുന്ന സ്റ്റക്കായി നിൽക്കുന്ന കാര്യം നിങ്ങളെ എന്താണ് പഠിപ്പിക്കുന്നത്? മനസ്സിലായോ? ഓക്കെ, താങ്ക് യു ഡിയർ ജയചേച്ചി, താങ്ക് യു കേട്ടോ, ഒരുപാട് സന്തോഷം. കാരണം നമുക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു പേർപ്പസ് ലൈഫിൽ നമുക്ക് അത് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഒരിക്കലും മറ്റുള്ള ആൾക്കാർക്ക് മുമ്പിൽ റെസ്പോൺസിബിലിറ്റി മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കില്ല. എൻ്റെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ഏത് സിറ്റുവേഷൻ്റെയും 100% റെസ്പോൺസിബിലിറ്റി ഞാൻ തന്നെ ഏറ്റെടുക്കുന്നു. അങ്ങനെ നിങ്ങൾ പറയുക. നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി മാറി തുടങ്ങും. കാരണം നിങ്ങളുടെ ഗ്രോത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് വളരാനായിട്ടുള്ള കാര്യങ്ങൾ, സാഹചര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾ അതായത് നിങ്ങൾ മാസ്റ്റർ ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. അല്ലാതെ കയ്യടി നേടാനല്ല നമ്മൾ നോക്കേണ്ടത്. ഒരു സദസ്സിൽ വന്നിരുന്ന് ഒരു പാട്ടുകാരൻ ഒരു പാട്ട് പാടുമ്പോൾ ഇരിക്കുന്ന എല്ലാവരും അദ്ദേഹത്തെ നോക്കി കൈയടിക്കില്ല. അദ്ദേഹത്തിന്റെ ഫാൻസ് ആയിട്ടുള്ളവരും ആ പാട്ടിനോട് ഇഷ്ടമുള്ളവരും അദ്ദേഹത്തിന്റെ ശബ്ദത്തിനോട് ഇഷ്ടമുള്ളവരും ആസ്വദിക്കുന്നതിന് കൈയടിക്കും. ബാക്കി ഒരു 10 പേരെങ്കിലും എന്ത് ചെയ്യും? അതിൽ നിന്ന് കുറ്റം കണ്ടുപിടിക്കും. നമ്മളുടെ കല്യാണത്തിന് മുമ്പോ വെഡിങ്ങിന് പോയിട്ട് തിരിച്ചു വരുമ്പോ ചിലര് ഭക്ഷണത്തെ കുറിച്ച് നല്ല അഭിപ്രായം പറയും, ചിലര് എന്തു പറയും, ഓ കൊള്ളത്തില്ല, സാമ്പാർ കൊള്ളില്ല, പുളിശ്ശേരിക്ക് പുളി കൂടിപ്പോയി, അല്ലെ? നമ്മൾ കുറെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്, അല്ലെ? നമ്മൾ എന്ത് ഭക്ഷണമാണോ, ഞാൻ ആലോചിക്കാറുള്ള കാര്യമാണ്. പലപ്പോഴും പലരും സദ്യയെക്കുറിച്ച് കുറ്റം പറയുന്ന സമയത്ത് ആ ഒരു സദ്യ ആ വീട്ടിലെ ആ പെൺകുട്ടിയുടെ അച്ഛൻ മറ്റൊരു ഒരു കാറ്ററിംഗ് ടീമിനെ ഒരിക്കൽ കഴിച്ചിട്ട് കൊള്ളാൻ തോന്നിയ ഒരു ടീമിനെ ആയിരിക്കുമല്ലോ അവർ ഏൽപ്പിക്കുന്നത്. ആ ഒരു നിമിഷം അവിടെ വെക്കുന്ന വെപ്പുകാരന് പുളി കൂടിപ്പോയോ സാമ്പാറിന് ഉപ്പ് കുറഞ്ഞോ ഒക്കെ ആയിരിക്കും ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ട് കംപ്ലീറ്റ്ലി വഴി ആർക്കാണ് കേൾക്കുന്നത്? ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക്. അത് ചിലപ്പോൾ ചിലര് നേരിട്ട് പോയി പറയാറുണ്ട്, ഇങ്ങനെ പറഞ്ഞിരിക്കാറുണ്ട്. പക്ഷെ അത് സ്വയം ആലോചിച്ച് നോക്കുക. അങ്ങനെ ഒരു കാര്യം, നമ്മൾ ഒരു ഭക്ഷണം ഒരിടത്തു നിന്ന് കഴിച്ചു, ഒരു അന്നം കഴിച്ചു, അതിന് എന്ത് ചെയ്യണം? ഒരു താങ്ക്സ് പറയാണ് ചെയ്യേണ്ടത്, അല്ലെ? ചിലപ്പോൾ നമുക്കിതൊന്നും പോലും വയ്ക്കാൻ പോലും അറിയത്തില്ലായിരിക്കും. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം? അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാസ്റ്റർക്ക് വേണ്ടിയിട്ടായിരിക്കണം വർക്ക് ചെയ്യാൻ. അതായത് നിങ്ങൾ ഏത് മേഖല നിൽക്കുന്നോ അതിന് ഏറ്റവും ബെസ്റ്റായി മാറാനായിട്ട് നിങ്ങൾ നോക്കുക. നിങ്ങൾ നിൽക്കുന്ന മേഖലയിൽ, നിങ്ങളിപ്പോൾ ഏത് മേഖലയിലായിക്കോട്ടെ, ആ നിൽക്കുന്ന മേഖലയിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആവുക. അപ്പൊ ഫുഡ് ബിസിനസ് ചെയ്യുന്നവര്, നിങ്ങളൊരു പർട്ടിക്കുലർ ഇപ്പോൾ ഒരു ചിപ്സ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ ചിപ്സ് ചെയ്യുന്നതിൽ കേരളത്തിൽ നമ്പർ 1 ആയിട്ടുള്ള ഒരു ബ്രാൻഡായി മാറാൻ നിങ്ങൾക്ക് എന്ത് ആക്ഷൻ, നിങ്ങൾ ആ ലെവലിലോട്ട് എത്താനായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം?
അത് നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ഒറ്റയ്ക്കായിരിക്കാം. ഒരാഴ്ച 2 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് 1-2 പേരെ എടുക്കാൻ പറ്റും. അതിപ്പം നിങ്ങൾക്ക് സാലറി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആൾക്കാർ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. ആ രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി കിട്ടും. ഹെയർ ഓയിൽ ഒക്കെ ചെയ്യുന്നവർ നമ്മൾ തുടക്കത്തിൽ ഒറ്റയ്ക്കായിരിക്കും ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ ചിലപ്പോൾ അടുത്തുള്ള വീട്ടിലെ ചേച്ചിമാർ വരും. അത് കഴിയുമ്പോൾ അടുത്ത കുറച്ചുകൂടെ ആൾക്കാർ സ്റ്റാഫ് വരും. പിന്നീട് നിങ്ങൾ അടുത്ത ഒരു കാര്യങ്ങൾ എന്താണ് ബാച്ചായിട്ട് പ്രോസസ്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മെഷീനറീസ് മേടിച്ചു. അതെല്ലാം എന്തുകൊണ്ടാണ് ഇങ്ങനെ നന്നായിട്ടുള്ള എല്ലാ ആൾക്കാരും ചെയ്യുന്നത് എന്താണ്? അവരൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള എയിം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ തുടക്കത്തിലേ എനിക്ക് എല്ലാവരും കയ്യടി നേടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും നിൽക്കരുത്. പ്രത്യേകിച്ച് ബന്ധുക്കളുടെ കാര്യത്തിൽ എടുത്തു പറയാനാണ്, നമ്മളൊരു ലെവലിൽ എത്താതെ അവരുടെ അടുത്ത് നിന്ന് നിങ്ങളൊരു അപ്ലോസ്, ഒരു കയ്യടി പ്രതീക്ഷിക്കേണ്ട. നമ്മൾ എന്തെങ്കിലും ആയിക്കഴിഞ്ഞിട്ട് മാത്രമേ അവർ കൊള്ളാന്ന് പറയുള്ളൂ. അതിൽ പോലും നിങ്ങളൊരു 60% പ്രതീക്ഷിച്ചാൽ മതി. ബാക്കി 40% കുറ്റം പറയും. അപ്പൊ അതുകൊണ്ട് അവിടെ അല്ല കാര്യം ഇരിക്കുന്നത്. മനസ്സിലായോ? അവിടെ അല്ല നീ എന്ത് ചെയ്യുന്നു എന്ന്, അല്ലെ അവൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ 100 കുറ്റം പറയുന്നവരായിരിക്കും ചുറ്റിനും ജീവിക്കുന്നത്. അവരല്ല നോക്കേണ്ടത്. നിങ്ങളുടെ മുന്നിൽ വന്ന് കസ്റ്റമേഴ്സ് അവര് നല്ലത് പറയുന്നുണ്ടോ, അവരുടെ അടുത്ത് അഭിപ്രായങ്ങൾ ചോദിക്കാം, എന്തെങ്കിലും ഒരു സജഷൻ. കാരണം അവർക്ക് കൂടുതൽ കുറ്റം പറയാനല്ലായിരിക്കും, അവർക്ക് അതിൽ ചെറിയ രീതിയിൽ സജഷൻ തരും. ഇല്ലേ? നിങ്ങളുടെ കസ്റ്റമേഴ്സ് അങ്ങനെയല്ലേ? അപ്പൊ അത് എന്താണ്, നിങ്ങളൊരു മാറ്റം ഉണ്ടാക്കും. ആക്ട് മോർ എഴുതിയെടുത്തോ. ആക്ട് മോർ, കൂടുതലായിട്ടും ആക്ഷൻസ് കൂടുതൽ എടുക്കാം. ടോക്ക് ലെസ്, സംസാരിക്കുന്നത് കുറയ്ക്കാം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, നമ്മളെ തന്നെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്ന വ്യക്തികളടുത്ത് സംസാരിക്കുന്നതും, നിങ്ങൾ എടുക്കുന്ന കാര്യങ്ങൾ. ഞാൻ എന്തോരം സർട്ടിഫിക്കേഷൻസ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഞാൻ സമൃദ്ധിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? പല രീതിയിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ട്രെയിനേഴ്സിൻ്റെ അടുത്ത്, ഇന്റർനാഷണൽ ട്രെയിനേഴ്സിൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ മാസ്റ്ററി ആകട്ടെ. പക്ഷെ എൻ്റെ ഫാമിലിയിൽ ഞാൻ ഒരു സർട്ടിഫിക്കേഷൻ എടുത്തിട്ട് പോലും എൻ്റെ ആയിരിക്കും ഓൺലൈൻ എടുക്കുന്നതായിരിക്കാം, ഓഫ്ലൈൻ പ്രോഗ്രാംസിൽ എടുക്കുന്നതായിരിക്കാം, ഞാൻ ആരോടും പോയി പറയാറില്ല ഇങ്ങനൊരു കാര്യം ചെയ്യുന്നുള്ളത്. ഇപ്പോഴും എന്നെ പല രീതിയിലും എന്നെ കളിയാക്കുക, അല്ലെങ്കിൽ ഞാൻ പോകുന്ന വഴിയെ തെറ്റാണ് എന്നുള്ള രീതിയിൽ ഞാനൊരു ഡിവിനിറ്റി, എനിക്ക് ഇത് സ്പിരിച്വാലിറ്റിയിൽ താല്പര്യമുണ്ട്, അതിനെയൊക്കെ തെറ്റായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും എൻ്റെ ഫാമിലിയിലുണ്ട്. ഇപ്പോഴും അല്ല, ഇപ്പൊ എന്നെ അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നവരുണ്ട്. പക്ഷെ ഞാൻ ഏത് മേഖലയിൽ ആരോട്, ഞാൻ ഈ യൂട്യൂബിൽ കാണുന്ന കുറെ കാര്യങ്ങൾ വെച്ചിട്ട് അത് വെച്ച് പറഞ്ഞു തരുന്നിടത്തല്ല എൻ്റെ ഗുരുക്കന്മാർ. ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് പോയി ആ കാര്യങ്ങൾ മാസ്റ്റർ എടുത്തിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കൂടി അറിവുകൾ പഠിച്ച കാര്യങ്ങൾ ഒരുപാട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പഠിക്കുന്നത്. കാരണം പഠനം മരിക്കുന്നവരെ ഞാൻ പഠിക്കും, മരിക്കുന്നവരെ ഞാൻ വായന എൻ്റെ കാര്യങ്ങൾ കൊണ്ടുപോകും. അപ്പൊ അതിലോട്ട് എത്തുമ്പോൾ ഒത്തിരി പേര് നമ്മളെ പറയുന്നുണ്ട്. പക്ഷെ എനിക്കറിയാം ഞാൻ എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് എന്നുള്ളത് എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ വേറെ ആരോടും പോയിട്ട് വാലിഡിറ്റി സീക്കത്തില്ല. എനിക്ക് ആരെയും പ്രൂവ് ചെയ്ത് കാണിക്കാൻ വേണ്ട. അവരുടെ ചിന്തയിൽ എന്താണോ എന്നെ കുറിച്ച് ധരിക്കുന്നത് അത് അങ്ങനെ തന്നെ പോകട്ടെ. ഞാൻ മാറുമ്പോൾ എനിക്കുള്ള ആൾക്കാരും അവരുടെ ചിന്താഗതിയിലും മാറ്റം വരും. ഇത് നിങ്ങൾ എഴുതി വെച്ചോ. ആക്ട് മോർ, ടോക്ക് ലെസ്. കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ പേർപ്പസ് നിങ്ങൾക്ക് കണ്ടെത്തുക നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എൻ്റെ ലൈഫിന്റെ പേർപ്പസ് കണ്ടെത്തേണ്ടത് ആരുടെയാണ്? നിങ്ങളുടെ പേർപ്പസാണ്. മനസ്സിലായോ? നിങ്ങൾ വീക്കല്ല, നിങ്ങളൊരു വീക്കായിട്ടുള്ള പേഴ്സൺ അല്ല, തളർന്നിരിക്കേണ്ടവരല്ല, നിങ്ങൾ ബ്രോക്കൺ ആയിരിക്കുന്ന ഒരു വ്യക്തിയല്ല. യു ആർ ബിക്കമിങ്, നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? മാറിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് നിങ്ങൾ മറ്റൊരാള് നിങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ, ഈ മാറ്റം നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് നിങ്ങൾ വഴിക്ക് വെച്ച് നിർത്തിയാൽ ഇതേ വഴി കടന്നു പോകുന്ന മറ്റൊരാള് നിങ്ങളുടെ സ്വപ്നത്തിനെയും കൂടെ ക്യാരി ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യരുത്, വിട്ടു കൊടുക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സിസ്റ്റേഴ്സ് ആയിരിക്കാം, അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്, അല്ലെ, അനിയത്തിമാരായിട്ടിരിക്കുന്നവരുണ്ട്, എന്റെ ഫ്രണ്ടായിട്ട് കാണുന്നവരുണ്ട്, മാമായിട്ട് കാണുന്നവരുണ്ട്, പലരും. നിങ്ങൾ എല്ലാവരോടും പറയേണ്ട കാര്യമാണ്. നമ്മൾ ഇതുവരെ നമുക്ക് പല രീതിയിലുള്ള വീക്ക്നെസ് നമുക്ക് ഉണ്ടായി, നമ്മൾ ബ്രോക്കൺ ആയി പോയിട്ടുണ്ട്. പക്ഷെ ഇത് നിങ്ങളെ മോൾഡിപ്പിക്കണം. ഇനി അങ്ങോട്ട് നമ്മളെ എന്ത് ചെയ്യത്തില്ല, വിട്ടുകൊടുക്കില്ല. എഴുതി വെച്ചോ. ഒരു ഇന്നർ, നിങ്ങളിങ്ങനെ ചിന്തിക്കുന്ന സെക്കൻഡ് നിങ്ങളുടെ ഉള്ളില് ഹൃദയത്തിൽ ഒരു തീ കത്തുന്ന ഒരു ഫീല് നിങ്ങൾ ജസ്റ്റ് കണ്ണടയ്ക്കുമ്പോൾ അത് ഫീൽ ചെയ്യണം. ആ നിമിഷം നിങ്ങൾ മാറണം. മനസ്സിലായോ? കാരണം നമ്മളെ സേവ് ചെയ്യാൻ ആരും വരത്തില്ല. ദിസ് ലൈഫ് ഈസ് 100% യുവർ റെസ്പോൺസിബിലിറ്റി. നിങ്ങളുടെ ജീവിതത്തിന്റെ 100% ചുമതലയും നിങ്ങളുടെ തന്നെയാണ് ജീവിതത്തിന്റെ. അപ്പൊ അതുകൊണ്ട് നമ്മളെ സഹായിക്കാനായിട്ടോ സ്നേഹിക്കാനായിട്ടോ നമ്മളെ സേവ് ചെയ്യാനായിട്ടോ ആരും വരില്ല. നിങ്ങൾ അത് പ്രതീക്ഷിക്കേണ്ട. കാരണം അത് വേദനയോടെ കേൾക്കേണ്ട കാര്യമല്ല. എനിക്ക് ഞാൻ മാത്രം മതി. ഞാൻ വളരണമെങ്കിൽ ഞാനൊരൊറ്റ ആൾ വിചാരിച്ചാൽ മതി, മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം അതാണ് നിങ്ങളുടെ സൂപ്പർ പവർ എന്ന് പറയുന്നത്.
ഇനി നിങ്ങൾക്ക് ഒരാള്, ഞാൻ പറയാം, നിങ്ങളെ സേവ് ചെയ്യാനെന്നല്ല, നിങ്ങളെ ചേർത്ത് പിടിക്കാനായിട്ട് ഒരാള് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് പെയിൻ വന്നാലും, നിങ്ങൾക്ക് എന്ത് തരത്തിൽ നിങ്ങൾ തളർന്നു പോയാലും, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരാള് നിങ്ങളെ ചേർത്ത് പിടിക്കും. അതാണ് നമ്മളുടെ തമ്പനയിലെ ഞാൻ ആ ഒരു തമ്പനയിൽ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചത്. കാരണം നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്കത് സ്വന്തമായിട്ട് നിങ്ങളെ സ്വയം നീ ആയിട്ട്, ഞാൻ പറഞ്ഞല്ലോ തത്വമസി എന്ന് പറഞ്ഞില്ല, അത് നീ തന്നെ ആകുന്നു എന്ന് പറയാം. എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരാള് ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രപഞ്ചശക്തി. അത് നിങ്ങൾക്ക് കൃഷ്ണനാകാം, അള്ളായാകാം, ഈശോ ആകാം, ആരുമാകട്ടെ. യൂണിവേഴ്സ് എന്ന് പറയുന്നത്, എല്ലാവരും ലോ ഓഫ് അട്രാക്ഷനിൽ യൂണിവേഴ്സ് എന്ന് പറയത്തില്ല. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെയാണോ വിശ്വസിക്കുന്നത് അത് തന്നെയാണ് യൂണിവേഴ്സ്. മനസ്സിലായോ? നമ്മുടെ പ്രപഞ്ചം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്നതും ഈ നിങ്ങൾ ആരിലാണോ വിശ്വസിക്കുന്നത് ആ ഒരാള് എന്താണ് ഇവിടെ ഇരിപ്പുണ്ട്. ആ ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ആരുടെയും വാലിഡേഷൻ വേണ്ട. സ്വയം അദ്ദേഹം ഇവിടെ ഉണ്ട്. ചോദിച്ചു നോക്കുക, എന്താണ് പർപ്പസ്, എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ എനിക്ക് എന്താണ് സംഭവിക്കുന്നത്. ഈ പർപ്പസ് ഉള്ളിന്റെ ഉള്ളിൽ ആള് പറഞ്ഞുതരാൻ നിൽക്കുമ്പോൾ പുറത്ത് പോയിട്ട് ഒരിടത്തും ചോദിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായി? അതിന് നിങ്ങൾ കുറെ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോയിട്ട് കുറെ കാര്യങ്ങൾ റിച്വൽസ് ചെയ്യേണ്ട ഒന്നുമില്ല. സ്വന്തമായിട്ട് വീടിനുള്ളിൽ സ്വയം നിങ്ങൾ എവിടെയാണോ കംഫർട്ടബിൾ ആയിരിക്കുന്നത് അദ്ദേഹത്തിനോട് ചോദിക്കുക. ഉള്ളിൽ തുറന്ന് ചോദിക്കുമ്പോൾ ഉത്തരം നമുക്ക് കിട്ടിത്തുടങ്ങും. ആ നിമിഷം നമ്മളുടെ എല്ലാവർക്കും ഹോളി ബുക്സ് ഇല്ലേ, ഖുറാനായാലും ബൈബിൾ ആയാലും ഭഗവത്ഗീത ആയാലും, അതിലൊക്കെ കിട്ടാത്ത ഉത്തരം നമുക്ക് പുറമേ നിന്നും ആരും കൊണ്ടുവരത്തില്ല, ആരും പറഞ്ഞു തരത്തില്ല. ഇത് എല്ലാത്തിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഒന്ന് തന്നെയാണ്. മനുഷ്യന്റെ വളർച്ചയ്ക്കും മനുഷ്യന്റെ ചിന്തകൾക്കും അലൈൻ ചെയ്യിപ്പിച്ച് മനുഷ്യനെ ഈ ജന്മത്തിൽ ഇവിടെ കൊണ്ടുവന്നതിനുള്ള പർപ്പസ് കൊണ്ടുവരുന്നതാണ് നമ്മളുടെ ഹോളി ബുക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കിട്ടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരാള് സൂപ്പർ പവർ ആയിട്ട് ഇരിപ്പുണ്ട്. അദ്ദേഹത്തിനെ ഉണർത്തി കഴിഞ്ഞാൽ, അദ്ദേഹത്തെ പുറത്തു കൊണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വാലിഡിറ്റി സീക്കാനായിട്ട് ഒരാളുമില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഇന്നത്തെ ടോപ്പിക്ക് എന്താണ്? ഈ ഒരു കാര്യം നിങ്ങൾ എഴുതുക. മനസ്സിലായോ? ഈ ഒരു കാര്യം എന്താണ് ഞാൻ പറഞ്ഞത്? നിങ്ങൾ എഴുതേണ്ട കാര്യം, ഫസ്റ്റ് ചോദിച്ച ചോദ്യങ്ങൾ എന്താണ് വൈ, എനിക്കിത് മാറിയാൽ എനിക്ക് എന്ത് കിട്ടും എന്നുള്ളത് എഴുതി വെക്കാം. അതുപോലെ തന്നെ ഇന്ന് എഴുതേണ്ട ഒരു കാര്യമാണ്, വൺ ഏരിയ ഇൻ യുവർ ലൈഫ് വേർ യു വിൽ സ്റ്റോപ്പ് വെയിറ്റിംഗ്. നിങ്ങൾ എവിടെയാണ് സ്റ്റക്കായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ, ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നത്, ഈവൻ നിങ്ങൾക്കൊരു വീഡിയോ ഇടാൻ പറ്റാത്ത, അതെന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യം എഴുതുക. എന്നിട്ട് എന്ത് ആക്ഷൻ ഞാൻ എടുക്കും എന്നുള്ളതും എഴുതുക. എഴുതി കഴിഞ്ഞ് നന്നായിട്ട് ചിരിക്കുക. കണ്ണാടി നോക്കി ചിരിക്കാം, അല്ലാതെ തന്നെ പുഞ്ചിരിക്കാം. നമ്മുടെ സ്മൈൽ കർവ്സ് ആക്റ്റീവ് ആകുമ്പോൾ തന്നെ മാറ്റം ഉണ്ടാവും, അല്ലെ? ഞാൻ എന്തൊക്കെയോ മറന്നുപോയിട്ടുണ്ട്, ഒന്ന് ചിരിക്കാനായിട്ട് ഞാൻ പലപ്പോഴും മറന്നുപോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് തൊട്ടാണോ ഒരു പുഞ്ചിരി, ആരെ കണ്ടാലും ഞാൻ ചിരിക്കും. ആരെ കണ്ടാലും എനിക്ക് അറിയാവുന്നതൊക്കെ ആളുകൾ വിചാരിക്കും വട്ടാണെന്ന് വിചാരിക്കും. പക്ഷെ എന്നോ മനസ്സിൽ കയറിയ ഒരു കാര്യമാണ്, ഞാൻ മറന്നുപോയിരുന്നു. ആളുകൾക്ക് എപ്പോഴും ഇങ്ങനെ വെച്ചിട്ട് നടക്കുമായിരുന്നു. കാരണം ചിന്തിക്കുന്നതൊക്കെ വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ്. പണ്ടെങ്ങാണ്ടോ 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ആയിരിക്കും ഞാൻ ഓർത്തുകൊണ്ട് നടക്കുന്നത്. പക്ഷെ ഇന്ന് ഞാൻ ആരെ കണ്ടാലും പുഞ്ചിരിയോടെ തന്നെ അവരുമായിട്ട് സംസാരിക്കും. മനസ്സിലായോ? കാരണം നിങ്ങളെ റെസ്ക്യൂ ചെയ്യുക, അതായത് നിങ്ങളെ രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ള കാര്യം അല്ല മറ്റുള്ള ആൾക്കാരുടെ ചുമതല. നിങ്ങൾ റൈസ് ആവുക, റൈസിന്റെ ഉണരുക, ഉയരുക. എങ്ങനെയാണ്? സ്വയം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പൊ ഇന്ന് തൊട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഏറ്റെടുക്കും, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതൊന്ന് പറയാമോ? നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്? നോ പറയേണ്ടടുത്ത് നോ പറയണം, എസ് പറയേണ്ടടുത്ത് എസ് പറയണം. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക, സൈലൻസ് കീപ്പ് ചെയ്യുക. എന്ത് കാര്യം ചെയ്യാനിറങ്ങിയാലും അതിനെന്ത് ചെയ്യണം? അത് ചെയ്ത് അതിന്റെ ഒരു പറയേണ്ട ആളോടത്ത് മാത്രം പറയുക, അല്ലാതെ അതിന്റെ ഒരു പൂർത്തീകരണത്തിൽ എത്തുന്നവരെ ഒരാളോടും വാലിഡേഷൻ സീക്ക് ചെയ്യരുത്. അത് നിങ്ങളെ ഉയരത്തിലേക്ക് എത്തിക്കും. മനസ്സിലായോ? നിങ്ങളുടെ ചാറ്റ് സൈഡിലൂടെ കാണുന്നുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ചേഞ്ച് വന്നോ? എല്ലാവർക്കും ഒരു മാറ്റം ഉണ്ടായോ? ഫീൽ ചെയ്യുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് എഴുതുക. എഴുതിയിട്ട് നാളെ ക്ലാസ്സിൽ വരും. നാളെ പുതിയ ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ കവർ ചെയ്യാൻ പോകുന്നത്. മനസ്സിലായോ? ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്. ചാറ്റ് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ലീവ് ചെയ്യാം. ഓക്കെ, നമുക്ക് നാളെ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. ടോപ്പിക് എന്താണെന്ന് നാളെ ഉച്ചയ്ക്ക് ഞാൻ യൂട്യൂബ് ലിങ്കുമായിട്ട് ഇട്ടേക്കാം.
ഓക്കെ, നാളെ ബുക്കൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുക. കുറച്ച് ക്വസ്റ്റ്യൻസ് തരും, അതൊന്ന് എഴുതണം നിങ്ങൾ. ഓക്കെ, അപ്പൊ നാളെ എല്ലാവരും ഉണ്ടായിരിക്കാം. താങ്ക് യു ഡിയേഴ്സ്. ലൈവ് കേൾക്കുന്നതും റെക്കോർഡ് കേൾക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. നിങ്ങൾ ലൈവ് കേൾക്കുന്ന പോലെ അല്ല റെക്കോർഡിൽ വരുമ്പോൾ. നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഇപ്പൊ തന്നെ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഉള്ളിൽ ആളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആളിനെ നമ്മളൊരു ഫീൽ ഒരു നിമിഷം നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പൊ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഒന്നും കൂടെ ക്ലാസ് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഉള്ളവർക്ക് വീണ്ടും അതിന്റെ റെക്കോർഡ് നമുക്ക് കേൾക്കാം. പക്ഷെ ലൈവിൽ വരേണ്ടവര് എല്ലാവരും ലൈവിൽ വരിക. ഓക്കെ, ഹാവ് എ നൈസ് ഡേ ഡിയേഴ്സ്. ഈ രീതിയിൽ മുന്നോട്ട് പോകും. എല്ലാവർക്കും മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ലവ് യു ഓൾ. എല്ലാ പ്രാർത്ഥനകളും ഉണ്ടായിരിക്കും. Thank you. Thank you.